ചേരെടുക്ക് ഈ ലൈവിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആരാ ഇന്ന്? ഏത് ഓറൗണ്ട് ലേഖായാ ഇല്ല ലേഖായി പോയാ? ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊരു ഹായ്. ഹായ് എല്ലാവർക്കും ഹായ്. അന്റെ ഫോൺ ഇതാണ് വീഡിയോസ് എല്ലാം എടുക്കുന്ന ആളാ ഇത്. നമ്മളെ ഒരുപാട് വീഡിയോസിലൂടെ നല്ല നെഗറ്റീവ്സും പോസിറ്റീവ്സും ആയിട്ട് കമന്റ്സ് വരുത്തുന്ന ഒരാളാണ്. അല്ല, നെഗറ്റീവ്സിന് വന്നു പതുക്കെ പോസിറ്റീവ് വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഒരു പോസിറ്റീവ് ഇതാണല്ലോ മൊത്തത്തില്. നെഗറ്റീവ് എല്ലാം കുറഞ്ഞല്ലേ ഇപ്പൊ കഴിഞ്ഞിടക്ക് ജയസൂര്യ ചേട്ടനെ കണ്ടപ്പോ ഭയങ്കര പോസിറ്റീവ്. എവിടുന്നുണ്ടോ? നമ്മുടെ 5 മന ക്ഷേത്രത്തിൽ വെച്ച്. നിങ്ങള് തിരിച്ചറിഞ്ഞ കെട്ടിപ്പിടിച്ചല്ല പുള്ളി. ഇപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും നിങ്ങൾ അറിയാലേ? അറിയാം. ഗ്ലോബല് അതേതാണ്? നിങ്ങളെ ഡാഡി അഭിനയിച്ച പടാണോ അത്? ഒരുപാട് ചെയ്തത് മറ്റേ നമ്മുടെ അമരന്റെ പ്രണയത്തിലാണ്. എസ്ഡേയോട് നല്ല നാട്ടിലുണ്ട്. ഞാനിന്ന് ലിങ്ക് വിളിക്കാത്തതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉഷാറാണ്, കുഴപ്പമില്ല. പിന്നെ വേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും മൂപ്പരോട് ചോദിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കിടക്കാം. ഇന്റർവ്യൂ അല്ല, കുറച്ച് ആൾക്കാർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം. ഗൈസ് എന്തൊക്കെ ഡൗട്ടെല്ലാം എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എന്തൊക്കെ ഉള്ളത് പറഞ്ഞോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അലിൻജോ സാറിന്റെ ഏറ്റവും വലിയ ഇതെന്താ, ഡ്രീം എന്താണ്, സ്വപ്നം? ഡ്രീം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോ. എന്നാലും എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി എന്റെ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ്, ഭാര്യയായിട്ട്. ഡ്രീമാണ്. മനസ്സിലാക്കാത്ത ആൾക്കാർ കുറവാണ്. അപ്പൊ ഗേൾ ഫ്രണ്ട് ഇല്ല ഇപ്പൊ? ഒരുപാട് നമുക്കിപ്പോ ഒരുപാട് പേരോട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സാമ്പത്തികം കൊണ്ടും കൊടുത്തു കഴിഞ്ഞാല് കളയിക്കാൻ പറ്റും. സേന അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലും ചില സമയത്ത് പാവപ്പെട്ടവരെ കിട്ടാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു നമ്മൾ മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ഒരു മലയാളി പെൺകുട്ടിയെ തന്നെ കിട്ടാൻ പ്ലാൻ. ഒരു സങ്കല്പം എന്താ, മലയാള തനിമ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണോ, അല്ലെ മോഡേൺ ആണോ, അല്ലെങ്കിൽ നാടൻ ടൈപ്പ്, ഈ സാരി എല്ലാം എടുത്തുള്ള ആ ഒരു ടൈപ്പ്? സാരി കൊടുക്കാൻ, ചുരിദാർ കൊടുക്കാം. നാടൻ പെണ്ണായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് മൂപ്പര ഏറ്റവും വലിയ ഡ്രീം. അപ്പൊ ഇത് കാണും. ഏതാ കൂടുതൽ, ഇത് അറേഞ്ച് മാരേജ് ആണോ അല്ലെങ്കിൽ അറേഞ്ച് ആയിരിക്കും നല്ലത്? അറേഞ്ച്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? രജിസ്റ്റർ മാരേജിനെക്കാളും കൂടുതൽ അറേഞ്ച് മാരേജ് നല്ലത്. അതെന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ട് കിട്ടുന്നില്ല നല്ലത്. പ്രേമിക്കുമ്പോ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? ഇതിനെ കുറിച്ച് മാത്രമല്ലേ നിങ്ങളൊരു, എനിക്ക് പ്രേമിച്ച് കിട്ടാൻ പക്ഷെ പ്രേമിക്കാൻ കിട്ടുന്നില്ല. ലൈവില് ഫെയിമായിട്ടും ഒരാളല്ല. അങ്ങനല്ലല്ലോ അത്. നമ്മള് അങ്ങനെയാകുമ്പോ ഇപ്പൊ ലോക ഫേമസ് അല്ലേ നിങ്ങൾ? ഇന്റർനാഷണൽ ലെവലല്ലേ? നമ്മള് പലതും വേണ്ടെന്ന് വെച്ചിട്ടാ. പല ആൾക്കാരും മറ്റേ ലൈൻ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ വന്നിട്ടുണ്ട് ചീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ
പ്രേമിക്കുക, തേപ്പ് കിട്ടുക, ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് എണ്ണമില്ല. ഇങ്ങോട്ട് വന്ന് പ്രേമിച്ചിട്ട് എന്നെ തേക്കുന്നു. തേപ്പ് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ട്രാക്കിൽ അധികം പോയില്ല. പിന്നെ നമ്മൾ ഷോർട്ട് ഫിലിമിലൂടെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് നമുക്ക് ഇപ്പൊ ഫെയിമും പൈസയൊക്കെ ഉള്ളതുകൊണ്ട് അത് ആഗ്രഹിച്ച് വരൂലേ, അപ്പൊ അത് ഇങ്ങനെ കിട്ടൂലെന്ന് തോന്നുമ്പോ അവര് തേക്കും. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളില്ല. കൊട്ടനെ അറിയാന്ന് ചോദിക്കുന്ന കൊട്ടനെ അറിയോ? കൊട്ട എന്താ അറിയില്ലടാ, കൊട്ടനെ അറിയില്ല. അല്ല ഈഗിൾ ഗെയിമിങ്ങിനെ അറിയോ? കേട്ടിട്ടുണ്ട്. ആ എന്തല്ലേ നിങ്ങൾ പറയുന്നത്? ഒരു മിനിറ്റ് എടാ അങ്ങാണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത എന്താണ് അപ്കമിങ്, എന്താണ് ഡ്രീം പ്രൊജക്ട് എന്ന് വരുന്നുണ്ടോ? സിനിമകളോ അങ്ങനെ കുറെ കാലമായില്ലേ? എന്ത് ഫിലിം? റിലീസ് ആയത് ബാഡ് ബോയ്സ് ആണ്. നിങ്ങൾ സീൻ മണി വെച്ചോ? എന്താ ലുക്മാൻ, എന്താ ഇവരെ ഡയറക്ടർ പേര്? ബാഡ് ബോയ്സ്. എന്താ പടത്തിന്റെ പേര്? ബാഡ് ബോയ്സ്. ബാഡ് ബോയ്സ്. ആ ഇതാ ഫസ്റ്റ്. എന്റെ മോനെ സെർച്ചിങ് തന്നെ ഫസ്റ്റ് മുമ്പരാ. ഇതാ പടം അല്ലേ? ഈ 3 മിനിറ്റ് കുറച്ചുള്ള 3 മിനിറ്റ് കുറച്ചുള്ള. ഓക്കെ. ഇതില് അഭിനയ ഇത് കാണാൻ പറ്റില്ല. നിങ്ങളിപ്പോ പടം ഡയറക്റ്റ് അങ്ങനെ പറയുന്നത്, നിങ്ങൾ പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ അത് ഉണ്ടല്ലോ. അലിൻ ജോസ് പെരേര ഷോർട്ട് ഫിലിം അടിച്ചു. അതും വെക്കണം. അതേതാണ്? അലിൻ ജോസ് പെരേര ഷോർട്ട് ഫിലിം. അലിൻ ജോസ് ഷോർട്ട് ഫിലിം നമുക്ക് മറ്റേ പാട്ടൊന്നും പാടിത്തരണേ. പൊട്ടുകുത്തുന്ന കല്യാണം. ആദ്യത്തെ ഇത് വെച്ച് ഇതാണോ? ഇതാണോ? അത് വെച്ചോ? ഇവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണ്ട. അത് ഓടിച്ച് ബാക്കിലേക്ക് വെച്ച് ഇത്തിരി ബാക്ക് നമ്മളെ സപ്പോർട്ട് ചാനൽ നീലക്കുറുക്കനല്ല. ഇത് നീലക്കുയിലിന്റെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, നീലക്കുറുക്കന്റെ ഓപ്പോസിറ്റ് ഒരു ചാനലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഞാൻ ഒരു ഡൗട്ട് വയ്ക്കുന്നത്, ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ആ ടൈം നിങ്ങൾ ക്യാരക്ടറിലേക്ക് കിടക്കലാണോ? പെട്ടെന്ന് സ്വിച്ച് ആവോ ക്യാരക്ടറിലേക്ക്? നമ്മൾ ക്യാമറ ഓൺ ആകുമ്പോൾ അതിലെ ഒരു ഇമോഷൻസ് വരുമല്ലോ, അതുകൊണ്ട് ഒരു പരീക്ഷണം ഇത്ര. അപ്പോൾ ഉള്ളിന്ന് ഇതിട്ടിട്ട് ഇമോഷൻ ഇട്ടിട്ട് ഇതാക്കുമായിരിക്കും. ഇപ്പൊ ഒരു കരയേണ്ട സീൻ വന്നാൽ ഒരു ഇമോഷൻ ഉള്ളിൽ വെക്കുമായിരിക്കും അല്ലേ? നമ്മള് അത് ആ സമയത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചു. അല്ല ഗ്ലിസറിൻ വേണ്ട വരൂല. അല്ല ഇത് മെത്തേഡായിട്ട് നിങ്ങൾ ഇത് ചെയ്യുമോ? മെത്തേഡ് ആക്ടിംഗ് നാച്ചുറൽ ആക്ടിംഗ് ഏറ്റവും ഏത് കൂടുതൽ നാച്ചുറൽ ആയിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഏത് സിറ്റുവേഷനിലും ആ സാഹചര്യം നിന്ന് കഴിഞ്ഞാൽ അപ്പൊ ചെയ്യുമോ? പെട്ടെന്നൊന്നും പറ്റൂല. ഇത് ടൈം എടുക്കാം. ക്യാരക്ടറിലേക്ക് കടക്കാനുള്ള ഒരു സമയം, ക്യാരക്ടറിലേക്ക് കടക്കേണ്ട ഒരു സമയം വേണ്ടേ? എത്ര പോകും? 3-4 ടേക്ക്. ഓക്കെ. ഇത് നമുക്ക് കാണാം. ഇത് കാണാം. ഡയലോഗ് എവിടെ നിന്നിട്ടുന്നത്? സ്വന്തം അപ്പം പറയുന്ന ഇത് അപ്പനാ പുള്ളിയൊക്കെ ഉണ്ട്. അല്ല ഒന്ന് പോസേക്കാം. ഇതില്ലേ ജോസേട്ടായി, പിന്നെ ഓക്കെ സ്നേഹമുള്ളവർ അങ്ങനെ വിളിച്ചൂടെ? ജോസേട്ടായി വിളിച്ചൂടെ? ഇതല്ല ഇപ്പൊ ഡയറക്ടർ പറയുമല്ലോ, നമ്മൾ പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് മാത്രം, നമ്മൾ പറഞ്ഞ സ്ക്രിപ്റ്റ് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമല്ലോ. എന്തെങ്കിലും എടുത്തിടോ? ഇത് നമ്മുടെ തന്നെ പ്രശ്നമല്ലേ? അതങ്ങനെ അഭിനയിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് റിയാക്ഷനും കാര്യമെല്ലാം എടുത്തിടോ? കാര്യങ്ങളൊക്കെ അതായത് ഞാൻ ഇപ്പൊ ഒരു അഭിനയം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്നോട് മാത്രം പറയുന്നു നീ ഒരു ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ ആ ഡയലോഗ് അല്ലാണ്ട് എക്സ്ട്രാ ഒരു ഡയലോഗ് എടുത്തിടും അങ്ങനെ. അതായത് ഇനിയിപ്പോ മൂപ്പർ മെത്തേഡ് ആക്ടറാണ്. ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് വീട്ടിൽ ആലോചനയൊക്കെ വരുന്നുണ്ട്.
നിന്നെ എനിക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? പക്ഷേ എന്റെ കല്യാണം കഴിഞ്ഞു പോയി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഉടനെ കിടത്താൻ പ്രപ്പോസ് നടത്താം. ഡോക്ടറാണ്. നിനക്ക് പറഞ്ഞ സമ്മതം ദാ. ഇതിപ്പോ നിങ്ങളും ഉണ്ടാ എന്തായാലും കാണണം. അപ്പൊ തീരുമാനം നീ എന്റെയാണ്, നീ എന്റെ മാത്രം. മോനെ കുറേ നേരമായാലും ഒരുത്തൻ നോക്കുന്നു. നമുക്ക് പോയാലോ? മാസം ആരും അയാളോട്ട് വരുന്നുണ്ടല്ലോ. ഞാനുണ്ടല്ലോ, നീ പേടിക്കണ്ട. Be confident. സാറേ നമസ്കാരം മേഡം. എന്നെ മനസ്സിലായോ സാറേ? പുതിയത് പുതിയ റേഞ്ച് ഉണ്ടോ? വേറൊന്നും കൂടി വെക്കണല്ലേ? പക്ഷെ ഇത് ഭയങ്കരമായിട്ട് natural ആയിട്ട് അഭിനയിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അതില് അഭിനയം വ്യത്യസ്തം, അഭിനയം കുറച്ചുകൂടി വേറെ നാച്ചുറല് കുറച്ചും കൂടി ഇത് സീന് എങ്ങനെ മനസ്സിലായില്ല? അടുത്ത പടമുണ്ട്, അത് കുറച്ചും കൂടി സീനാന്നാ പറയുന്നത്. അല്ല ഇത് യൂട്യൂബിലുണ്ടോ? ഇത് കണ്ടു. ഇത് ആദ്യം അത് കേറിയില്ല, അത് എന്തെല്ലാം ഓക്കെ കാണാം. കാരണം ഈ മെത്തേഡ് ആക്ടിങ് നാച്ചുറൽ ആക്ടിങ് കുറെ വ്യത്യാസമുണ്ട് ഷമീറ. പിന്നെ ബ്രോ മെത്തേഡാ എന്റെ BM ഞാൻ കൊണ്ടുവന്നു. ഇതാരാണ്? ഇതെന്റെ ലവറാണ് ഞാൻ കെട്ടാൻ നോക്കുന്നത്. ഓ മേഡം പുണ്യം ചെയ്താട്ടോ മേഡം. ഇങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആളെ കാരണം എന്റെ ജീവിതം അല്ല അത് കുഴപ്പമില്ല. അല്ല അത് എടാ അങ്ങനെ നോക്കരുതടാ. ഇത് KGF അല്ലല്ലോ. 4 മണിക്കൂർ കൊണ്ട് ഷൂട്ട് അല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിൽ ഇത് ക്യാമറ നോക്കുന്നുണ്ടോ മറ്റേ നോക്കുന്നുണ്ടോ ഇതിലെ acting ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിലെ acting ആണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളെ എങ്ങനെ അഭിനയിക്കുന്നത്. ഇപ്പൊ ജോസേട്ട ഇപ്പൊ അഭിനയിക്കുന്നുണ്ടല്ലോ, മൂപ്പർ എന്താ മൂപ്പറ പേര്? ആര്യ മൂപ്പർ അഭിനയിക്കുന്നില്ല. ആരല്ല മൂപ്പര് പേര് അല്ല നിങ്ങളെ പേരെന്താ ബ്രോ? ദിനാറും മൂപ്പറെല്ലാം അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അവരെ അഭിനയം, അവരെ മുഖഭാവം, അവരെ റിയാക്ഷൻ ചെറിയൊരു സമയത്ത് നമുക്ക് മാത്രമാണ് ആ ബേക്കറി കിട്ടിയത്. ഇമ്പോർട്ടന്റ്. നമ്മളത് അവിടെ മനസ്സിലാക്കി കഴിക്കാൻ പോയതാ പപ്സ്. അല്ല ഷൂട്ടിന് വേണ്ടി തന്നെ പോയതാ. ഷൂട്ടിനായിട്ട് തന്നെ 2 മണിക്കൂർ അവിടെ നമ്മൾ ഇത്ര മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് പെപ്സും ഒരു ലൈം ജ്യൂസും പപ്സും ലൈം ജ്യൂസും ആയിട്ട് എടുക്കുന്ന ടൈമില് നമ്മളത് ഷൂട്ട് ചെയ്യും. ഓക്കെ പക്ഷെ സെറ്റ് ആയിട്ടുണ്ടല്ലോ. അടിപൊളി. ഞാൻ അതാ പറഞ്ഞത്, മെത്തേഡ് ആക്ടിങ് ഭയങ്കര ഇമ്പോർട്ടന്റാ. യു ആർ ലക്കി, യു ആർ മലയാളി. സാറാണ് എന്റെ ജീവിതം രക്ഷിച്ചത്, എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നത്. ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്. കണ്ട ഇപ്പൊ സങ്കടത്തിലേക്ക് എത്തിയില്ലേ? അതാണ് ക്യാരക്ടർ സ്വിച്ച്. യു ആർ ഇംപ്രൂവ്ഡ്. യു ആർ മലയാള സിനിമയിലേക്ക് നിങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങളെ തെരഞ്ഞെടുത്ത് വരും ആൾക്കാർ. അതാ അഭിലാഷാട്ടയോ ഫുഡ് കഴിച്ചു. എനിക്കറിയാൻ നീ പറഞ്ഞു തന്നാ ചീഞ്ഞ ഫുഡ് കഴിച്ചിട്ട് നിനക്ക് പെട്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ വയറുവേദനയാണ്. നമസ്കാരം ചോദിക്കട്ടെ. നമസ്കാരം ഡോക്ടർ അമരേന്ദ്ര ഇന്നുണ്ടോ? സാറൊന്ന് ലീവായിരുന്നല്ലോ. ലീവാണ്. ദേവിക മേഡം ഉണ്ടോ? രണ്ടുപേരും ലീവാ. ആരെങ്കിലും ഒരാൾ നമ്മള് ചില ആൾക്കാർ പറയേ നിറം കുറഞ്ഞ ആൾക്കാരെ മാറ്റി നിർത്തി എന്ന് പറയും. പക്ഷെ ഇത് കണ്ടില്ലേ, കുറ്റം പറഞ്ഞല്ല, അത്യാവശ്യം സാധാരണക്കാരെ നമ്മൾ വർക്കിൽ അറിയണല്ലേ. പല ആൾക്കാരെ അഭിനയിപ്പിക്കില്ല എന്ന് പറയും, പക്ഷെ അഭിനയിപ്പിക്കണ്ടല്ല. പോരെ ഞാൻ വിളിച്ചോട്ടെ. അഭിലാഷാട്ടെ എങ്ങനെ? കുഴപ്പമില്ല, പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടർ കൊടുത്തു ഞാൻ ചെയ്യും. കൊടുക്കുന്നു. ഇതിന്റെ ഇന്റൻസ് സീൻ മാത്രം നമുക്ക് ഇത് മഹിമ മാറ്റുക. ഫുഡ് കഴിച്ചപ്പോ തുടങ്ങിയത് എനിക്ക് അന്നേരം തുടങ്ങിയതാ. ഏത് ഭാഗത്തായിട്ടാ വേദന? ഈ സൈഡാണ് വേദന. ഈ സൈഡ് ഒന്ന് പരിശോധിച്ചു. ഇതിന്റെ BGM ഒക്കെ ആദർശ ചെയ്തു. എന്റെ കൂട്ടുകാരനാണ് സാറേ. എനിക്ക് ആകെയുള്ള കൂട്ടുകാരനാ. സിനിമയില് ഡോക്ടറാന്നല്ലേ? ശരിക്കും പുള്ളിക്കാരി മേഡം ഇതാരാ? നടിയാണോ? ഇത് സിനിമ നടി. സിനിമ നടിയാണോ? അല്ലേ? വേറെ പടത്തിൽ അഭിനയിക്കുന്ന നമ്മുടെ പടത്തിലൂടെയാണ് വരുന്നത്. സിനിമയിലൊന്നുമില്ല. സിനിമയിലില്ല. സിനിമ അറിയാം. പറയാല്ലേ അവരോട്? അതെ, സർജറി വേണ്ടി വരുമല്ലോ കേട്ടോ പേഷ്യന്റിന്. മറ്റൊന്ന് വെച്ചോ. മറ്റേ അല്ല അതെല്ലാം അറിയാലോ. അങ്ങനത്തെ അടുത്ത ഷോർട്ട് ഫിലിം ആണോ? വെറുതെ നിങ്ങൾ അങ്ങനെ ഒന്നും മൂപ്പര ഇതാക്കല്ലോ. എന്റെ 2-3 ക്വസ്റ്റ്യൻ റൊമാൻസ് അടുക്കുക. ഒരു മിനിറ്റ്, ഈ 2-3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. അതായിരിക്കും നല്ലത്. എന്താണ് അലിൻ ജോസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്?
അതായത് നമ്മളെ ജനങ്ങൾ ഓരോ കമന്റ്സിലൂടെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തെറി വിളിക്കുന്ന ആൾക്കാർ ഇപ്പൊ പോസിറ്റീവ് ഇടുന്നുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട് പോസിറ്റീവ്സ്. ഓരോ പുതിയ ആഡ്സ് ചെയ്യുമ്പോഴാണെങ്കിലും ജേഡനെ കണ്ടപ്പോഴാണെങ്കിലും നീലക്കൂര് വഴി ഒരുപാട് കമന്റ്സ്. മുമ്പ് പല നെഗറ്റീവ് ഉണ്ടായില്ല, അതിലെങ്ങനെ തരണം ചെയ്തു? അത് നമ്മള് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, കള്ളം സാധാ വെള്ളം മിനറൽ വാട്ടർ ഇല്ലേ അത് കുടിക്കുക. പിന്നെ ദിലീപേട്ടന്റെ പാട്ട് കാണുക. അങ്ങനെ അങ്ങനെ ഞാൻ ആ ഒരു മൈൻഡ് സെറ്റർ മാറുന്നു. മനസ്സിലായ മൈൻഡ് സെറ്റർ മാറണം. ദിലീപേട്ടന്റെ സിനിമകളുണ്ടല്ലോ അതിലെ പാട്ട് ഞാൻ കേൾക്കും രാത്രിയാകുമ്പോ. അത് കേട്ട് അതൊക്കെ വിടും. അപ്പൊ ഇതെല്ലാം മാറും. ദിലീപേട്ടന്റെ ഫാനാണ്. ആ ദിലീപേട്ടന് മെയിൻ ആളാണ്. എന്ന് പറഞ്ഞ ജീവനാണ്. പേഴ്സണലി കമ്പനി ഉണ്ടോ? പേഴ്സണലായിട്ട് കണ്ടിട്ടുണ്ടല്ലേ? ദിലീപേട്ടന്റെ സിനിമകളിലൊക്കെ ജീവിതത്തില് അലിൻ ജോസ് പഠിച്ച പാഠങ്ങളും എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം ഇതുവരെ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് പഠിച്ച ഒരു കാര്യം, ഒരു വലിയൊരു കാര്യം. പാഠം ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇത്ര വർഷം, ഇപ്പൊ എത്ര വയസ്സായി? 25 വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു സംഭവം പഠിച്ചു. പൈസ എന്താ ഇതാണ് ഏറ്റവും വലുത്, എനിക്ക് ഏറ്റവും വലുതായ സംഭവം ഇതാണ്. അങ്ങനെ എന്തൊക്കെ ഒരു കാര്യം ഉണ്ടാവില്ലേ? പൈസ, ചിലയാൾക്ക് പൈസ ആയിരിക്കാം, ചിലയാൾക്ക് പെണ്ണായിരിക്കാം, അങ്ങനെ എന്തോ ആവാം. അല്ലെ പഠിച്ച ഒരു പാഠം ജീവിതത്തിൽ ആൾക്കാരെ വിശ്വസിക്കരുതെന്നോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ മറ്റു ആൾക്കാരുടെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് നമുക്ക് ചിലത് പഠിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ മാറ്റി നിർത്തുന്ന ചില ബന്ധുക്കളുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ചില നാട്ടുകാർ നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുന്ന ഒരു രീതിയുണ്ട്, വ്യത്യസ്തമാണ്. അടുത്ത് പറയേണ്ടത്, കാരണം എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ പ്രായമുള്ള കുറച്ച് പെൺകുട്ടികൾ വീട്ടിൽ വന്നു. ഞാൻ വീട്ടുകാരെ വിളിച്ചത്, ഈ പുള്ളിയുടെ പ്രായമുള്ള ചേട്ടന്മാരുടെ വീട്ടിൽ പോയി വിളിച്ചത്, അയൽവക്കാരുടെ വീട്ടിൽ പോയി. അപ്പോൾ അവരും സ്വന്തം പെൺമക്കളെ വിടാനായിട്ട് ധൈര്യം കാണിച്ചു. ധൈര്യം കാണിക്കുന്ന വല്ല കുഴപ്പമൊന്നുമില്ല, ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പലരും പല കമന്റ്സ് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പരിപാടിക്ക് അത്രയും പേര് വന്നല്ലോ. അത്യാവശ്യം എന്താ പറയുക, ലുക്കാണെങ്കിലും ഇപ്പൊ ലുക്കുള്ള ആൾക്കാർ നമ്മുടെ കാണുമ്പോൾ ചില ആൾക്കാർ മാറിക്കളയുന്ന പരിപാടിയുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ചില ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് പണ്ട് കാണുന്നത് മനസ്സിലായ? ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോഴാണെങ്കിലും ഫുട്ബോൾ കളിക്കുമ്പോഴാണെങ്കിലും ഒപ്പം പണ്ട് കണ്ടവര് നമ്മുടെ ബർത്ത്ഡേക്ക് വിളിച്ചപ്പോ വന്നു. അതൊക്കെ ഒരു പ്ലസ് പോയിന്റ്. മാസത്തില് അലിൻ ജോസ് 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം അലിൻ ജോസ് മാസത്തിൽ ഉണ്ടാക്കുന്ന പൈസ 1.5 ലക്ഷം രൂപ കയ്യിലിരിക്കുന്നില്ല മാത്രമേ ഉള്ളൂ, ചിലവായി പോകും. ഒരുപാട് കാര്യം, ഡ്രസ്സാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും അനിയത്തിക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഓൾറെഡി അശ്വിൻഗോക്കിന്റെ ഒരു സീൻ അറിയില്ലേ? അശ്വിൻഗോക്ക് തെറിയല് വിളിച്ചിട്ട് മാധവിന്റെ എതിരൊക്കെ ഇട്ട്. അപ്പൊ അതിനോട് എങ്ങനെയാണ് അശ്വിൻഗോക്ക് പൈസ മേടിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടോ? ശരിക്കും സിനിമയെ റിവ്യൂ പറഞ്ഞ് നശിപ്പിക്കുന്നത് തെറ്റാണ്. അല്ല, അവർക്ക് പറയാൻ അധികാരമുണ്ട്. പക്ഷെ ഒരു റിവ്യൂ പറഞ്ഞിട്ട് സിനിമ ഇപ്പൊ താങ്കൾ ഒരു പടം ഡയറക്ട് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു, പൈസ ഇറക്കി, അതൊരാൾ വന്നിട്ട് ഒരു രണ്ട് വർത്തമാനം പറഞ്ഞ് മോശമായതുകൊണ്ടാണല്ലോ മോശമെന്ന് പറയുന്നത്. നല്ലതാണെന്ന് പറയല്ലോ. ഈ ഗ്ലാസ് മോശമാണെങ്കിൽ താങ്കൾ വാങ്ങൂലല്ലോ, വാങ്ങി കഴിഞ്ഞാൽ പൈസ മുതലാവില്ലല്ലോ. അല്ല, അത് എക്സാമ്പിൾ പറഞ്ഞായിരിക്കും. അപ്പൊ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഓരോരുത്തരുടെ ഫസ്റ്റ് തുടക്കമൊക്കെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരാളെയും കുറ്റപ്പെടുന്നതല്ല. ഇപ്പൊ ദുൽഖർ സൽമാന്റെ തന്നെ എന്തോരം പടങ്ങള് പരാജയപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായ? മുക്കാന്റെ മകനാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഇത്രയും ഡീഗ്രേഡ് ഒന്നും ആ സമയത്ത് വന്നിട്ടില്ല. ചാർലി ഹിറ്റാണ് എന്നും പറഞ്ഞിട്ട് വേറെ മുടി വളർത്തിട്ട് പടം വന്നല്ല. മുടി വളർത്തിയിട്ടിട്ട് ലോകയല്ല, ഒരു പടം പരാജയപ്പെട്ട് പോയിട്ടുള്ള ഒരു പടം സോളോ. അപ്പൊ ആ സമയത്ത് പോലും ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിൻ വന്നിട്ടില്ല. പിന്നെ പുള്ളി മറ്റേ പടം ചെയ്തതാ ബാബുരാജിന്റെ കൂടെയുള്ള സെക്കൻഡ് ഷോ പടം ഹിറ്റായിരുന്നോ? ഹിറ്റാണോ? അല്ലേ? സെക്കൻഡ് ഷോ ഹിറ്റാണോ അല്ലേ? നമുക്കറിയില്ല, ഞാൻ കുറെ കാലത്തിന് ശേഷം അല്ല. പക്ഷെ ചില പടങ്ങള് ഇപ്പൊ സെക്കൻഡ് ഷോ ഞാൻ പറഞ്ഞ ഹിറ്റല്ലെന്നല്ല, അതേപോലെ ടൈപ്പിലൊരു പടമാണ് അംഗം, അല്ലേ? അട്ടഹാസം. ആ രീതിയിലുള്ളൊരു പടമാണ്. നിങ്ങളെ അല്ല, മറ്റേ മാധവ് സുരേഷിന്റെ. അപ്പൊ അങ്ങനത്തെ ഒരു ത്രില്ലർ, ക്രൈം ത്രില്ലർ അങ്ങനത്തെ രീതിയിലുള്ളൊരു സിനിമയായിരിക്കും. അങ്ങനല്ല. പക്ഷെ
എല്ലാ പടങ്ങളെയും നല്ല അല്ലെങ്കിൽ നല്ലതല്ലെന്ന് പറയാം, പക്ഷെ കാണുന്നതൊക്കെ പറയും അങ്ങനെ അതെ 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 അങ്ങനെ റിവ്യൂ കണ്ടിട്ട് ഇഷ്ടം ആൾക്കാർ കയറാണ്ടിരിക്കുന്നത്. അതെ 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 ബാങ്ക് ബാലൻസ് ചോദിക്കുന്നുണ്ട്. ബാങ്ക് ബാലൻസ് കാണിക്കാൻ പറ്റുമോ? ഇല്ല 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 ബാങ്ക് ബാലൻസ് കാണിക്കാൻ പറ്റില്ല. മാനേജേഴ്സ് എത്ര ഉണ്ട്? മാനേജേഴ്സ് അല്ല, നമ്മുടെ വർക്കായിട്ട് ബന്ധപ്പെട്ട് 3-4 പേരുണ്ട്. ഓ 3-4 പേരുണ്ടോ? നിങ്ങളിലേക്ക് ഒരു വർക്കിലേക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരാൾക്ക് ഒരു പരിപാടിക്ക് നിങ്ങളെ വിളിക്കണം, അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് വിളിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നീലക്കുറുക്കൻ്റെ ആണെങ്കിലും മറ്റേ എന്താ പറയുക മൂവി ബസ്സിൻ്റെ ഒക്കെ പേജൊക്കെ മെസ്സേജ് ചെയ്താൽ മതി. ആ ഓക്കെ. ആ അയ്യോ വേണ്ട വേണ്ട നമ്മൾ അത്രയും റീല് കണ്ട് ഞാൻ ഗസ്സിങ് വേണ്ട അല്ല ഗസ്സിങ് പെമ്പിള്ളർ മാത്രമേ ടെംപ്ലറല്ല വേണ്ട 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 അല്ല ഒരു സ്നേഹം കൊണ്ട് ഇതാക്കിയതാണ്. വേണ്ട 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 ഇവരെ മുമ്പ് അറിയോ? കണ്ടിട്ടില്ല എന്നാലും കുഴപ്പമില്ല. നല്ലതല്ല. അല്ല മൂപ്പർക്ക് അങ്ങനത്തെ കിസ്സിങ് സീൻസ് ഇഷ്ടമല്ല. വേണ്ട വേണ്ട ഞാൻ 2 ദിവസം കുളിച്ച് ഇന്ന് കുളിച്ച നിങ്ങൾ വരുന്നുണ്ട് അറിയോ? ആ കുളിച്ചിന്റെ അല്ല, അത് എനിക്കത് വേണ്ടാത്തോണ്ട്. അല്ല അത് നിന്റെ കിസ് വേണ്ടെന്നാ പറയുന്നത്. അല്ല മൂപ്പർക്ക് കിസ് ഇഷ്ടമല്ല, അതുകൊണ്ടാ മൂപ്പർ വേണ്ട 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 വേണ്ട. അല്ല അത് വിട് അത് വിട് അത് വിട് അത് വിട്. കള്ളു കുടിക്കാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഏതാ? കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്? നാട് തൃശ്ശൂർ. തൃശ്ശൂർ. എന്തുകൊണ്ടാ? നാടിനെ ഇഷ്ടപ്പെടുന്നു, അത്രേ ഉള്ളൂ അതിനെ പറ്റി. ആ നമുക്ക് എന്തെങ്കിലും ഒരു പാട്ടിലേക്ക് പോയാലോ? എനിക്കും കുറച്ച് ക്വസ്റ്റ്യൻ. എന്താ ഒന്ന് ചോദിക്ക്. ഞാൻ പ്രിപ്പയർ ആയിട്ട് വന്നേ. ഒന്ന് ചോദിക്ക്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാട്ടുണ്ട് മൂപ്പരെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? പുള്ളിനോടുള്ള ഇഷ്ടം കാരണം പേഴ്സണൽ നീ ചോദിക്കും, മൂപ്പർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മൂപ്പർ ഉത്തരം പറയൂ. എന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചറില് കാണുന്നില്ല കേട്ടോ, കുറച്ച് ഇങ്ങോട്ട് പോകും. AJPന്റെ ഫ്യൂച്ചറില് കല്യാണം കഴിക്കുമല്ലോ, ഭാര്യ ഉണ്ടോ? എന്താ ഭാര്യ ഉണ്ടോ? ഭാര്യ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ പറയുണ്ടാവണം. കഴിച്ചില്ല. ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇത് ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഭാര്യ നിങ്ങളുടെ അവിഹിതം പൊക്കിയാല് നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കഴിക്കാണ്ട് പറയാൻ പറ്റില്ല. ഇത് ഇമാജിനറി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അങ്ങനെ ഉള്ള ആളല്ല, അതൊന്നും പോരെ. അടുത്ത ചോദ്യം. താങ്കൾ കൂടുതലായിട്ടും ട്രാവൽ ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ട് ട്രെയിൻ ആണോ അതോ KSRTC ആണോ ബസ്സാണോ? ട്രാവൽ ചെയ്യുന്ന കാറില്ല പോരെ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഊബർ അങ്ങനത്തെ കാര്യങ്ങൾ? ഞാൻ യൂബറില്ല. അങ്ങനെ എന്തെങ്കിലും ഊബറിലോ KSRTCയിലോ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. അങ്ങോട്ടേക്കുള്ള ഒരു ദുരനുഭവം ഇങ്ങോട്ടേക്കുള്ള ദുരനുഭവം ഉണ്ടായിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. ഇങ്ങോട്ടേക്ക് എന്തിനാ? വേറൊരു കാര്യം കൂടെ ചോദിച്ചോ. ചോദിക്കും. ബോഡി കൗണ്ട് പറയുന്നത്? ഇല്ല 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 ഇല്ല. ബോഡി കൊണ്ട് എന്താ? അത് ഓൾറെഡി റിവീൽ അല്ലേ? ബോഡി കൗണ്ട് റിവീൽ ആണോ? ഇല്ല ഇല്ല ഇല്ല. ഏകദേശം പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല. അതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്താ എനിക്കറിയില്ല. അടുത്ത ചോദ്യം ചെയ്യേ. ലാസ്റ്റ് ഉമ്മ വെച്ചതാരെ? ഞാൻ ഉമ്മ വയ്ക്കാറില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോവാം. അസ്മാക്ക് മൂഞ്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ഏതാ? അല്ല നിന്റെ ചോദ്യങ്ങൾക്കൊന്നും മീറ്റർ കൂടിയതായിരിക്കും അടുത്ത്. അല്ല ഇത് വെച്ചാല് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗേൾസ് ഫാൻസ് ഉണ്ട് ഒരുപാട്. കേരളമെമ്പാടും ഉണ്ട്. ഈ കേരളത്തിലെ ഗേൾസ് ഫാൻസിനോട് AJPക്ക് പറയാനുള്ളത് ഒറ്റ വാക്കല്ല, കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ട് പറ. അനാവശ്യമായിട്ട് ഫോട്ടോ ഇടുന്നത് തെറ്റാണ്. ഫോട്ടോ ഇടുന്നതോ? ആ, എന്റെ ഫോട്ടോ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് പരിപാടിയുണ്ട്. ആ മറ്റേ പാട്ട് റീൽ പാട്ടല്ല, വെറുതെ ഇടുന്നത്. ഇപ്പൊ നാളെ ഒരു സമയത്ത് ഒരു നൂഡ് ഫോട്ടോ വന്നാൽ എന്ത് ചെയ്യും? തെറ്റല്ലേ? ഇപ്പൊ AI ഉപയോഗിച്ച് പലതും ചെയ്യാം. അത് മാത്രമേ എനിക്ക് വരാത്തേ ഉള്ളൂ. ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരുപാട് ഇപ്പൊ എനിക്ക് അറിയാത്ത പെൺകുട്ടികളെ ഫോട്ടോ മാത്രമല്ല വീഡിയോ വരെ എഡിറ്റ് ചെയ്ത് കണ്ടില്ലേ? ഒരു ലീന എന്നൊക്കെ പറഞ്ഞൊരു പെണ്ണ്
അത് ഒറിജിനൽ അല്ലേ? എഡിറ്റിംഗ് അല്ലല്ല ഒറിജിനൽ അല്ലേ? ഓൾറെഡി അങ്ങനെയാണ് ഏത് ഉമ്മ വെച്ചത് കെട്ടിപ്പിടിച്ചതൊക്കെ അല്ലാതെ ഇതുവരെ ഒരു ഉമ്മ വെച്ചിട്ടില്ല. അപ്പൊ ജോസഫ് അതൊക്കെ എന്റെ പേഴ്സണലല്ലേ. ഞാൻ ക്യാമറക്ക് മുന്നിൽ ആരും വെച്ചിട്ടില്ല. ക്യാമറക്ക് മുന്നിലോ? ക്യാമറക്ക് പിന്നിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയണില്ല. അത് അവരെ ഒരു പേഴ്സണാലിറ്റി അല്ലേ? കുട്ടിക്കാലത്തൊക്കെ നമ്മള് അതിന് കാണുന്നില്ല കുറച്ച് ഇങ്ങോട്ടേക്ക്. ചിലപ്പോ അച്ഛനും അമ്മേനും ഉമ്മ വെച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് ഇത് പറയാം. അതെ അതെ അതെ. ഓക്കെ, നമുക്കൊരു അലിൻ ജോസ് ചേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം. അല്ല അങ്ങനെയല്ല, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് സംശയമുള്ള ഒരു ഇതാണ്. അപ്പൊ സിനിമകളിൽ ജോസേട്ടായി പാട്ട് പറ, പാട്ട് പറ, പാട്ട് പാട്ട് അതുകൊണ്ട് അത് വെച്ചോ, അത് വെച്ചോ. അല്ല അങ്ങനല്ല. ഇതൊന്നും കാണട്ടെ. ഇതാണോ? ഇത് കല്യാണി പാടുന്നോ? അതാ ഡോക്ടറാണ്. അതാ ഏത് പാട്ടാ? ഈ പാട്ട് അംശം നിങ്ങൾ ഇതെല്ലാം കണ്ട് ഇതാ അലിൻ ജോസിന്റെ ഇത് നമ്മള് കാണണം. കവക്ക് അതില് റൊമാൻസ് ഉണ്ട്. റൊമാൻസ് പോലെ ബുക്ക് അതാ അതാ അതിന് മുമ്പ് ഒന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ ജോസേട്ടേ. കട്ടുറുമ്പിന് കല്യാണം ഒന്ന് പാടും. ജസ്റ്റ് ഓടിച്ചോടിച്ചോണ്ടാ മതി. അടിച്ചായിരുന്നു ഒരു 8 മിനിറ്റ്. ഏത് ഈ വീടാ? ഇത് ഗേൾഫ്രണ്ട് ആണോ? ഇത് ഗേൾഫ്രണ്ട് ആണോ? അല്ലല്ല, അഭിനയിക്കുന്നുണ്ട്. ഞാൻ എല്ലാ റീലിലും ഇങ്ങനത്തെ നിങ്ങളുടെ ചേച്ചിനെ കാണല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ഒരു മാച്ച് ഉണ്ടോ നിങ്ങള്? കെമിസ്ട്രി ഉണ്ട് അല്ലേ? ബയോളജി ഉണ്ട്. പുട്ടിലൂടെ റൊമാൻസ്. പുട്ടക്കറി. അലിഞ്ചൂസ് അത്ര കുറ്റി കയറ്റും. അല്ല അവിടെ കൊറേ പുട്ടുണ്ടല്ലോ പ്ലേറ്റില്. അനക്ക് എന്തോ പേടിയാന്നടാ. എന്ത് കേട്ടാ? ജോസേട്ട ഇവിടെ ഇരിക്കുമ്പോ എന്തോ എന്താ ചെയ്യണ്ടേന്നൊന്നും നമുക്കറിയില്ല. ഉമ്മ കിട്ടാൻ പ്രശ്നം. ഞാൻ ഫ്രഞ്ച് അടിക്കാം. ഒരു തമിഴ് സ്റ്റൈൽ എടുത്തല്ലേ പുട്ട് കൊണ്ട് വായിലിടല്. അടുത്തല്ലേ കട്ടിങ് ഒന്നില്ലടാ. അത് ഭയങ്കര കേട്ടോ, നാടകക്കാർക്ക് മാത്രം ചെയ്യുന്നൊരു സംഭവം. ഇത് മെത്തേഡ് ആക്റ്റീവ് മോനെ, മൊത്തം മെത്തേഡ് ആക്റ്റീവ് പൊട്ട. വയറ് കാണുന്നല്ലേ? ഇത് നിങ്ങൾ എഴുതിയതാ പാട്ട്? മതിയാ എടാ വെക്കടോ. കൊടുക്കരുത്, അമ്മലേട്ടൻ കൊടുക്കണം. ദോശ ആ പാട്ടിലെ ലിറിക്സ് കേക്ക്, ശ്രദ്ധിക്ക്. ഇത് പുള്ളിക്കാരത്തി തന്നെ പാടിയതാണോ? പിന്നത്തെ സിനിമയിലെ ഇങ്ങനത്തെ കഴിവുള്ളവരെ സിനിമയിൽ ആ ലിറിക്സ് ഒന്ന് കേക്കട്ടെ. കറിയനല്ലേ കെട്ടിപ്പിടിച്ച കറിയനല്ലേ. അല്ല ഇതൊന്ന് പോസ്റ്റ് ചെയ്താ ഷമീർ ബ്രോ. ഈ അതാ ചോദിക്കാൻ വരുന്നത്. ഈ സിനിമയിലും ഈ ഷോർട്ട് ഫിലിമിലും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും ലിപ് ലോക്കും മുഖത്ത് ഇങ്ങനെല്ലാം പിടിക്കുന്നത് അത് ശരിക്കുള്ള ഒറിജിനൽ. ഞാൻ ഒറിജിനൽ ഞാൻ പറയാം ഏറ്റവും ബെറ്റർ സിനിമയിൽ അഭിനയിക്കുന്നതാ. ഡൂപ്പ് എടുക്കല്ല, ഡൂപ്പ് ഒറിജിനലാണോ? കിസ് പോലും കൊടുക്കുന്നത്. അതായത് പെണ്ണിന് കിസ് കൊടുക്കുന്നത്. ഞാൻ കെട്ടിപ്പിടിക്കുന്ന സീനില്ല. കെട്ടിപ്പിടിക്കുന്ന നീ ആ കെട്ടിപ്പിടിക്കുന്ന സീൻ നോക്കി നോക്കിയാൽ ദിസ് വാട്ട് എ റൊമാൻസ് ഇസ് പുട്ട്. പുട്ട് തിന്നതിനുള്ള സീനാണിത്. പുട്ട് തിന്നതിന് ശേഷമുള്ള അതന്നെ പൊട്ട പുട്ടിന്റെ റൊമാൻസ്. ഞാൻ പറഞ്ഞ പുട്ട് റൊമാൻസ്. പുട്ട് തിന്നതിന് ശേഷം പൊട്ടുന്നാണ് നീ ദോശ ഇടുന്നേ. അത് വേറെ റൊമാൻസ്. ഗോതമ്പ് ദോശ അല്ലല്ല, വൈകുന്നേരത്തേക്ക് വേണ്ടിട്ട് പൊട്ട് നിങ്ങൾക്ക് ആ വൈബ് അറിയില്ലേ? ഇത് കഥയാണ്. അപ്പൊ ഉച്ചക്ക് രാത്രി ദോശ. റൊമാൻസ് രാത്രിയല്ലേ? ഇത് പകല ഷൂട്ട് ചെയ്തു. പകലാണല്ലോ. പക്ഷെ എന്തായാലും ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ലിമിറ്റ് അത്ര. ദോശ ചുട്ടിട്ട് വൈകുന്നേരം തിന്നു. വൈകുന്നേരം ഇത് എവിടെ? ബാംഗ്ലൂരോ? ദിസ് ഇസ് YB. ഈ വരിയാര എഴുതിയ എന്റെ മോനെ. ഓ ആ ഡോർ തുറക്കുമ്പോ ആ വയറില ഞാൻ വീണേ. ഇതാ ദേവു. വാ
ദേവു എന്നുള്ള വിളി. ഓ വയറ് ഭയങ്കര ഐക്കോണിക് ആട്ടത്. ബ്രോ ചിരിക്കല്ല, ഞാൻ പറയാം. ആരാ ഗർഭിണി? അങ്ങനെ പറയാം. ബോഡി ഷേമിങ് ബോഡി ഷേമിങ് പറ്റില്ല. ഞാൻ ഇപ്പഴാ പറയാം. ആരാണ് അടുത്ത നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ട് ഓക്കെ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനത്തെ കുറെ അങ്ങനെ നമുക്ക് അപ്പൊ ഇനിയും നമുക്ക് നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വരികളൊക്കെ പാടാൻ പറ്റുമോ? എന്തായാലും അങ്ങനത്തെ ഒരു കഴിവ് നിമിഷം ഇപ്പൊ ഒരു പാട്ട് പാടാം. ഗാങ്ങിന്റെ പേരെന്താ? ഗാങ്ങിന്റെ പേരെന്താ? MRG gang. അത് പടം പോയി MRG. അപ്പൊ നമ്മൾ കുറച്ച് പാട്ടുണ്ട്. MRG MRZ gang. ഇസ്മാർസഡ്. MRZ. ഓക്കെ. MRG ഗ്യാങ്ങിനെ കുറിച്ച് ഒരു പാട്ട് പാടുന്നുണ്ട്. ഓക്കെ. റാപ്പാണ്. പേര് വേണ്ട ഫ്രീ സ്റ്റൈൽ ആണോ? ഫ്രീ സ്റ്റൈൽ ആണോ? ഫ്രീ സ്റ്റൈൽ ആണ് നമ്മളെല്ലാരും പാടാല്ലേ. ഇത് നിക്ക്. ഓക്കെ പാടട്ടെ. റെഡി സ്റ്റാർട്ട്. ബീറ്റ് വേണം. വേണ്ട. നമ്മ മുന്നാണ്ടിക്ക് വെറൈറ്റി അല്ലേ ഇവരുടെ ലൈവ്. എല്ലാരും കമന്റും ലൈക്കും ഷെയറും ചെയ്യുന്ന ഗ്യാങ് എമർസർ ഗ്യാങ് അല്ലേ. സൂപ്പർ സ്റ്റൈലിഷ് ഗ്യാങ്, അടിപൊളി ഗ്യാങ്, സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ ഗ്യാങ് അല്ലേ എമർസർ ഗ്യാങ്. പൊളിയല്ലേ. നിമിഷക്കവി ഒരു സെക്കൻഡോട് വരികൾ നോക്കും, അത് പാടും. കാര്യം അതിന് അത് ഭയങ്കര ഒരു പെണ്ണിന് പാട്ട് പാടി വീഴ്ത്തണമെങ്കിൽ എന്ത് പാട്ടാ പാടുക? ഇതെങ്ങനെയാണ് കടുവായ കിടുവ പിടിക്കുന്നേ ഹമ്പമ്പോ. നമുക്കിന്നെ ഒരു നല്ലൊരു പാട്ട് കൊടുത്ത് മൂപ്പര് കരോക്കെ എടുത്തിട്ട് ഒരു പാട്ട് ഇതാക്കട്ടെ. പുള്ളീന്റെ എല്ലാം പാട്ട് പാടിക്കുന്ന അല്ല ആരാ? അല്ല വേണ്ട നമുക്കൊരു നല്ലൊരു ദിലീപ് ഏട്ടന്റെ എഴുതിയ നല്ലൊരു മലയാള പാട്ട്. ദിലീപ് ഏട്ടൻ അത്ര ഇഷ്ടമാണ്. അത് ഇത്രയും ജോസേട്ട അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം ദിലീപ് ഏട്ടൻ ജോസേട്ടായി സോങ് അലനേട്ടായി. ഓക്കെ. അലൻ ജോസ് എന്ന് പറയുമ്പോ ജോസേട്ടായി ആരെയും വിളിക്കലുണ്ട്? അങ്ങനെ ആരെയും വിളിക്കലുണ്ടോ? ഓക്കെ നിക്ക്. മൂപ്പര് അലനേട്ടായി അങ്ങനെ ആരെങ്കിലും ജോസേട്ടായി ആദ്യമെങ്കിലും ആദ്യമായിട്ട് പറയുന്ന പാട്ടാണോ? ദിലീപ് നടിക്കും. ഏട്ടൻ അടിക്കണ്ട, ദിലീപ് ദിലീപ് ഇത് പാടോ? കരുന്നില അതറിയാം, നമ്മളറിയാം. ഇതോ? ഓമൽ അറിയാം. ഓമൽ ശരി ലിറിക്സ് ഉണ്ടാ? ഉണ്ട്. അതറിയാവുന്ന അറിയാം. ഒരു താളായിക്കോട്ടെ. ഓസിയോ? ഓക്കെ ഇടുന്നു നോക്കട്ടെ. ഓമൽ ചിരിയോ ചെമ്പകപ്പൂവിതളല്ല, ഓമൽ ചിരിയോ ചെമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളി പൊൻകതിരല്ല, കണ്ടു കവി പാടും ഒരു പൊന്നിലാവ് അല്ല, കെട്ടയിച്ചക്കാർക്കുന്തൽ തോളമേയില്ല. പിന്നെ എന്താണ് തമ്മിലാദ്യം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിനുള്ളിൽ നാരാ ചൊല്ലി നീ എൻ പെണ്ണ്. ഓമൽ ചിരിയോ ചെമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളി പൊൻകതിരല്ല. കണ്ട മുതലേ ഇമ്മിണി ചിന്തകളാൽ കണ്ണം നടച്ചാൽ കണ്ണുടം മാറ്റം കഥ നിറയെ കേൾക്കണതാമൊയ്യോ സലമോന്റെ ഗീതം അറിയാതെ മെല്ലെ അതിലൊരേ സ്വരം ചെറുതേക്കിൻ കാട്ടിൽ മനമാകും കൂട്ടിൽ തൊടിയേറും പൂരം അതിലൊരു തിരിയോ ചെമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളി പൊന്നിരല്ല. ഓക്കെ മതി
ഓക്കെ ഇനി TV എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടുമോ? ഇപ്പൊ ഉണ്ടാക്കിയിട്ട് ഒരു പാട്ട് TV പറഞ്ഞിട്ട്. ഇപ്പൊ MRC എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഉണ്ടാക്കിയല്ലോ, അതുപോലെ TV എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. TV അത് ഒരു ഇതാണ്, ഒരു ടീമാണ്, നമ്മളെ പോലെ തന്നെ വേറൊരു ടീമാണ്, ഒരു ടീമാണ്. MRC പോലെ തന്നെ അതിന്റെ ഇത് മാറ്റിയാണ്. അതിലെ മെയിൻ തലവനാണ് അല്ല ഇപ്പൊ പാടും ഉണ്ടാക്കും. ടിവിയെ ഗംഭീരമല്ലേ, ഉഷാറാണല്ലോ, നല്ല വെറൈറ്റി സ്റ്റൈലിഷ് അടിപൊളി ഞങ്ങളെ ടിവിയെ ഗംഭീരമല്ലേ. സെറ്റ് സെറ്റ് സെറ്റ്. വേറൊരു കാര്യം ചോദിക്കാൻ, നിങ്ങൾ ഓരോ പ്രോഗ്രാമിനും ഇതിനൊക്കെ പോകുന്ന സമയത്ത് ഓരോ ഡ്രസ് കോഡല്ല, അപ്പൊ ഇതൊക്കെ എങ്ങനെ ഒരാൾ ചെയ്യുന്നതാണോ? അല്ല നമ്മളെ കോട്ടൊക്കെ ഉണ്ട് കുറച്ച്. ഓക്കെ ഇപ്പൊ സമാധാനായിരുന്നോ? ഓക്കെ 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 ഓക്കെ. നമുക്കൊരു സീൻ ഒന്ന് അഭിനയിച്ച് നോക്കിയാലോ? എന്തെങ്കിലും സ്കിൻ കെയർ ഒരു സിനിമ സീന്, അല്ല ഒരു സീൻ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതെങ്കിൽ നമ്മൾ അഭിനയിക്കണം. അല്ലല്ല മൂപ്പര് തന്നെ അഭിനയിച്ചോളൂ. അതെ അല്ല നമ്മള് സൗണ്ട് വുമനെ ട്രെയിലർ എന്ന് വെച്ച് അതിലൊരു സാധനം ചെയ്യാം. സൗണ്ട് ഹോം എന്ന് വെച്ചാൽ ട്രെയിലർ, അത് ചെയ്യും. അത് ഏതെങ്കിലും ഡയലോഗ് ചെയ്യാം, ആണോ? കണ്ടാലേ അത് ഡയലോഗ് ഓടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സൗണ്ട് തോമ ഉദ്ദേശിച്ചേ സൗണ്ട് ട്രെയിലർ അല്ലടാ മണ്ട, സൗണ്ട് തോമാനല്ലേ. ട്രെയിലർ ആണോ? സൗണ്ട് ആ പാട്ടാ പാട്ടല്ല, ട്രെയിലർ ട്രെയിലർ ട്രെയിലർ. ട്രെയിലറോ? ആ സിനിമയുടെ ഒരു ചെറിയ കട്ട്സ്. ഓക്കെ അത് ഇതാണോ? അത് വെച്ച് ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഞാനൊരു ശബ്ദം വേണമെങ്കിൽ എനിക്ക് ആഗ്രഹിച്ചൂടെ? പഠിച്ചതാ ഫസ്റ്റ് ചെയ്യാം. പുള്ളി നിൽക്കും, ചേട്ടൻ നിൽക്കും. അല്ല അതൊക്കെ മനസ്സിലായില്ല. അത് വേണ്ട, അത് മൊത്തം രണ്ടെണ്ണം ചെയ്യാനകത്ത കന്നഡയിലോ അല്ല ഞാൻ പറഞ്ഞ കേട്ടാ മതി. ഇത് വെക്കണ്ടല്ലോ. എന്തിനാ കേട്ടില്ലേ? അല്ല മമ്മു നിൽക്ക്, മമ്മു നീ നിൽക്ക്, നീ നിൽക്ക്. അത് വേറൊരു അഭിനയം. ഒരാള് മതി. നമ്മള് തമ്മിലൊരു അഭിനയം ഉണ്ട് കേട്ടോ ബയ്യാന്ന്. ഇതെന്താ എന്താ സീനെന്ന് പറഞ്ഞല്ലോ നമ്മുടെ ഫോണിൽ പാച്ചി ഡയലോഗ് വേണ്ട. ഇത് അഭിനയിച്ച അഭിനയിക്കുന്ന രണ്ടാളും അഭിനയിക്കുന്നുണ്ടാ. അത്രേ ഉള്ളു. നമ്മള് രണ്ടാൾ ജീവിക്കുന്നത് അതാണ് ആക്ടിങ്. ദിസ് ഈസ് മൈ ഇംപ്രൂവ്മെന്റ് ബ്രോ. അല്ല മൂപ്പറന്ന് കേട്ടോ, മൂപ്പറാണ് ഞാൻ
ടാണിക്ക് പിഴിഞ്ഞ് പിഴിഞ്ഞ് എമ്മണി പോടി മാറ്റി സെറ്റ് സെറ്റ് രണ്ടാളും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രണ്ടാളും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ അമ്മ കാണണ്ട ആ കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ. നമ്മൾ എങ്ങനെ സിനിമയിലെത്തണം അങ്ങനെ എത്തണം. മനസ്സിലായി. നിനക്ക് കഴിവുണ്ടല്ലേ? ഓക്കെ. അലിൻ ജോസ് സാറ് ഇത് കഴിച്ചിട്ടുണ്ടോ ഈ സംഭവം? ഇല്ല ഇല്ല. ഇത് ജോളോ ചിപ്പ് എന്ന് പറയും. ഒരു ചിപ്സ് ആണ് ഇത്. വേൾഡ് ഫേമസ് ചിപ്സാ. ഈ മറ്റേ ഇത് നിങ്ങൾക്കായിട്ട് ഇറക്കിയത് നമുക്ക് മരണതുല്യം ചോക്ലേറ്റ് ഫ്ലേവറാ. വേണ്ട വേണ്ട ചാറ്റ് ഫുള്ള് പറഞ്ഞ അല്ല ഒരെണ്ണം ഒരെണ്ണം എടുക്കണമെന്നില്ല, ചെറിയൊരു കഷ്ണം എടുത്താലും മതി. ഞാനും വേണ്ട വേണ്ട അങ്ങനല്ല എനിക്ക് വേണ്ടാത്തത്. വേണ്ട ചേട്ടാ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്. നീയും കഴിച്ചോ? വേണ്ട എനിക്ക് വേണ്ട സാധനം എന്താ വേണ്ട എന്താണ് തിന്നണില്ലെന്ന് പറഞ്ഞത്. തിന്നില്ല കുഴപ്പമില്ല, നിങ്ങളുടെ നമ്മളെ ഗസ്റ്റാണ് നിങ്ങള്. ഇൻസെക്യൂർ ഉണ്ടോ? എടാ മൂപ്പർക്ക് വേണ്ടായിരിക്കൂടാ, അത് വിട്. മൂപ്പർക്ക് വേണ്ടെങ്കിൽ വേണ്ട, മൂപ്പർക്ക് അത് വേണ്ടെങ്കിൽ വേണ്ട, അത് അവിടെ തീർന്നു, അത് വിട്. ഇവിടെ തന്നെ അല്ല അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അതെ നിങ്ങള് പറയുന്ന പോലെ നോക്കി. അല്ല മൂപ്പറ കംഫർട്ട് ആണല്ലോ, മൂപ്പറ കംഫർട്ട് ആണല്ലോ. ആ ഓക്കെ. അല്ല മൂപ്പർക്ക് അത് വേണ്ടെങ്കിൽ പിന്നെ വേണ്ട കൈസ് വായിലേക്ക് കൊണ്ടും തേക്കലല്ലോ പ്ലീസ്. അങ്ങനെയൊന്നും ചെയ്യൂല. അതൊന്ന് തിന്നാ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാം, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചു. അല്ല മൂപ്പർക്ക് വേണ്ടെങ്കിൽ പിന്നെ അത് വേണ്ട. ക്യാമറ കാണുന്നില്ല കേട്ടോ. കാണുന്നില്ല ഇത്. നമുക്കെന്നാ ആ ഒരു ഹാപ്പി മൂഡിലേക്ക് പോവാം. അതാ ഞാൻ പറയുന്നത്. ഓക്കെ 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 ഓക്കെ. മങ്കി ഓക്കെ. നമുക്ക് സ്ത്രീകളോട് എങ്ങനെയാന്ന് അലിൻ ജോസ്? അതിൽ ഞാൻ ചോദിച്ചാ നീ എന്തെല്ലോ ഇതാക്കല. നമുക്ക് മങ്കി കയറാം. മങ്കി എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഈ ഗേൾസിലുള്ള ഒരു ആപ്പാണ്. നമ്മള് അവരോട് സംസാരിക്കുന്നു. അതെ അൽജോസ് ചേട്ടാ ഇപ്പൊ കാണുന്ന ആഗ്രഹം ആൾക്കാരുണ്ടാവില്ലേ? അതെ അതെ അതെ. വീഡിയോ കോൾ സംഭവം കേറലുണ്ടാവില്ലേ? ഇതറിയോ മങ്കി ഒമേകള് അറിയോ? ആ പോയി. ഓക്കെ. അപ്പൊ മൂപ്പര് നമുക്കൊന്ന് മങ്കിയിൽ ഇരുത്തി നോക്കാം. കുറച്ച് മുമ്പോട്ടിരുന്നോ? ഇല്ലില്ല, അതൊന്നും പേടിക്കണ്ട. അങ്ങനെയൊന്നും ആരും ചെയ്യൂല. സമ്മതം ഇല്ലാണ്ട് ഇവിടെ ആരും അങ്ങനെ ചെയ്യൂല. ഒമേകള് മതിയോ? ഒമേകള് നോക്കട്ടെ, ഒമേകള് നോക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തോട്ടിരുന്നോ? അടുത്തോട്ട്. ക്യാമറ കാണുന്ന. അല്ല അലിൻ ജോസ് മാത്രം ഇരിക്കട്ടെ, മൂപ്പര് മാത്രം ഇരിക്കട്ടെ. ഓക്കെ ഇതെന്താ ആകത്തെ? മറ്റേ മങ്കി ഓഫ് എന്നാൽ ഇതാണോ? അങ്ങനെന്താ? എന്തെന്ന് പറഞ്ഞു ശിവൻ? എന്ത് പറഞ്ഞോ? എന്താ 18 വയസ്സും കേട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. ഹലോ தமிழா
ஃபில்டர் அடுத்து எனக்கு இங்க ഇതെന്താ ப்ரோ உன்னை பிடிச்சிருக்கா நீங்க தெரிஞ்சிருக்கு ஏய் ஒண்ணு வேண்டாம் മലയാളിയല്ല ഓൻ മലയാളിയല്ല ஃபேமிலி எடுக்கறாங்க ഇതെന്താ തമിഴന്മാര് മൊത്തത്തില് നമ്മള് വേൾഡ് വൈഡ് ഫാൻസ് അല്ലേ നമ്മള് സ്റ്റാച്ചു അല്ലാണ്ട് മലയാളീസ് ഇല്ലാത്ത ഇതില് മലയാളീസ് ഇല്ല ലോട്ടറി കയറുന്നോ ടാഗ് കൊടുക്കണം എന്നാ പറയും ടാഗോ ഒരു മിനിറ്റ് ടാഗ് കൊടുക്കണം പോലും അതാ ജോസ് നടിച്ചോക്ക് മല്ലു നടിച്ചാൽ മതി മല്ലുവാ ഓക്കെ എന്തേ എന്താ മറ്റേതല്ല ഫേക്കല്ല റിയലാ ആയി 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 പറ കുഴപ്പമില്ല. ഫേക്കല്ല ഫേക്കല്ല എന്നാ വിട്ടോ ഇതെല്ലാം നാണം കുണികളാണല്ലോ മറ്റേ മലയാളി പെമ്പിള്ളേരൊന്നും കിട്ടുന്നില്ല അവരെല്ലാം സ്കിപ്പ് അടിക്കുന്നു മൂപ്പര് മനസ്സിലായില്ലേ ആ എന്താണ് പരിപാടി ബ്രോ നല്ലപടി. ലൈവാണോ ആ ലൈവാ ലൈവാ സംസാരിക്കേ ആരുടെ ചാനലാ തൊപ്പില ഓ ഷൂട്ടിലാ ആ അപ്പൊ ശരി യൂട്യൂബ് ചാനലിന്റെ പേരാ ലൈവ് പോണേ AJP ലൈവ് കിക്ക് 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 കിക്കിലാ ആ കിക്കില കിറ്റ് പോലും ഓക്കെ മനസ്സിലായോ അത് തന്നെ മങ്കി കയറും വാ വാ മങ്കി മങ്കി മങ്കിയറ 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 അപ്പൊ ഇപ്പം കയറിയത് ഓക്കെ ഇതിപ്പോ മൂപ്പര് മാത്രം മതി കേട്ടോ വേറെ ആരും നിൽക്കണ്ട മൂപ്പര് മാത്രം മതി മൂപ്പര് മാത്രം മതി ഓക്കെ സംസാരിച്ചോളൂ ഒരു എന്തെങ്കിലും ഗേൾസ് അല്ലേ എന്തെങ്കിലും സംസാരിച്ചോ അതിന് എന്നാ ഫേക്കാന്ന് വിചാരിക്കും കാരണം നിങ്ങൾ അത്രയും ഫേമസ് ആയിക്കൊണ്ട് എന്തെങ്കിലും സംസാരിക്കണം ഹായ്. യുണൈറ്റഡ് നല്ല ആള് വരുന്നുണ്ട് നോക്കോ കേൾക്കട്ടെ ഭായിയാക്കി അങ്ങനല്ലടാ അശ്വാക്കില്ല ആ ഇങ്ങനെ കുറച്ച് സമയം എടുക്കും പക്ഷെ എന്തായാലും പൊമ്പിള്ളേർ ഏതൊക്കെ നിനക്ക് കിട്ടും സംസാരിച്ചോ പെട്ടെന്ന് ഇതായിക്കോട്ടെ അത് ഗേൾസ് ആണ് അപ്പൊ അവരോട് ഫസ്റ്റ് ടൈം നമ്മൾ ഹായ് പറയണം ഇത് കണ്ടോ ഹായ്. കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ടല്ലോ ഒന്നും പറയുന്നില്ലെന്നിരിക്കുന്ന കുറച്ച് അവിടെ സൗണ്ട് ആണ് അക്ഷയമേറ അവിടെ സൗണ്ട് ആണ് എവിടെ അവരുടെ ഒരു minute നോക്കട്ടെ ആ കേൾക്കുന്നുണ്ടോ അല്ല ഓക്കെ നമ്മൾ നിൽക്കുന്നില്ല അല്ലല്ല അതായത് നമ്മള് കേട്ടല്ലോ നേരത്തെ ആ ആ പിന്നെ അത് തേജ എന്നാ പേര് തേജ ദേജാബു ഇത് കുറെ ആൾക്കാർക്ക് ലൈഫില് അതെ അതെ രണ്ട് കേൾസ് സംസാരിച്ചോ ഒരു ഫാമിലി സംസാരിച്ചോ ഹായ്. ഹായ്. മത്ത ഇത് കുറെ ആൾക്കാർ ഗേൾഫ്രണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതില് കുറേ ആള് കല്യാണം കഴിച്ചു. ഹായ്. മാച്ച് വാട്സ്ആപ്പ് നെയിം ആ, യുവർ സോ സെറ്റായി അതാ പോയി ഇങ്ങനെ ഒന്നുണ്ട് അപ്പുറം ഇമ്പ്രസ് സംസാരിച്ചാൽ മാത്രമേ അവര് നമ്പറും ഇതെല്ലാം തരൂ മനസ്സിലായോ പെണ്ണുണ്ടേ നമ്പറിൽ തരും അവര് സംസാരിച്ചാൽ മാത്രം മതി ആ
ഹായ് 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 അത് സ്റ്റക്കായി സ്റ്റക്കായി കിട ഇല്ല അവര് സ്റ്റക്കായതാ അഞ്ച് കണ്ടപ്പോ പറഞ്ഞ സ്റ്റക്കായി പോയി മങ്കി വരാൻ പേരാണ് പോകുന്നതാ അങ്ങനെയുള്ളത് നിക്ക് കിട്ടും പെണ്ണിന് എന്തായാലും കിട്ടും അതിൽ യാതൊരു ഇല്ല എന്തായാലും കിട്ടും അതൊന്നും പേടിക്കാൻ വേണ്ട ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടൊക്കെ ആയിരുന്നത് ഓ എന്നാ പിന്നെ ആരും കമന്റ് ഇട്ടതോ അതാ സംസാരിക്കാം ഹായ് സംബന്ധം അറിയോ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഫേക്ക് ആണ് കാരണം വേൾഡ് വൈഡ് അതെ വേൾഡ് വൈഡ് ഫേമസ് ആയ ഒരാൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ നിൽക്കുമ്പോ അതെ അതുപോലെ അതുകൊണ്ട് ഇങ്ങനെ എന്താ സംസാരിക്കണം എന്നാലേ അവർക്ക് മനസ്സിലാവും യുണൈറ്റഡ് നിന്ന് കാനഡയിൽ നിന്ന് ബൊംഗളയിൽ നിന്നുള്ള ആൾക്കാർ കാണുന്നത് സംസാരിക്കാൻ ജസ്റ്റ് ഒന്ന് എന്നോട് വെറുതെ ഒന്ന് മിണ്ടിയും പറഞ്ഞില്ല 13 ലക്ഷം ഉണ്ട് ആ സാധനം ആ നമ്പർ എത്ര വായിക്കാൻ പറഞ്ഞു സംസാരിച്ചോ അത് പോയി ഇങ്ങനെ ബുദ്ധിമുട്ടില്ല സംസാരിക്കും ഹൈഡ് സ്ക്രീൻ ഈ ഹൈഡ് സ്ക്രീൻ വേണ്ടല്ലോ കിക്കിലൊരു പേടിയും പഠിക്കില്ല കിക്കിലൊരു സീനും ഇല്ല അതെ ഒരു പെണ്ണിനെ സെറ്റാക്കിയ അതെ അല്ലാഹുവിന്റെ ഉമ്മ റബ്ബുൽ ആലമീനായ തമ്പുരാനെ നായിന്റെ മോനെ എന്റെ കിക്കിന്ന് പോവും പോണേ ഉണ്ടപ്പൊരി പോണേ അത് ഏതാന്ന് അതേ റബ്ബുൽ ആലമീനായ മൂപ്പര് ട്രോമയായി തോന്നുന്നു എന്താ കണ്ടത് ഒന്നും കണ്ടിട്ടില്ലല്ലോ ഡ്രാമ കണ്ടട്ടാ ഹലോ മൈഡർ ഇത് വേണം കേട്ടാ വേണോ ഇത് പോടാ സ്ട്രൈക്ക് കിട്ടൂലല്ലോ സംസാരിക്കേ അത് കൊറേ ആളെ കാണുന്ന ഇപ്പൊ ഒരാള് യാസിനെ കണ്ട പോയി അപ്പാടെ ഒരു ചിരി വന്നല്ല എന്റെ ചാനൽ പോകുന്ന തോന്നട്ടാ അപ്പാടെ ചിരിച്ച് അല്ലാഹുവിന്റെ ഉമ്മ കൂളിംഗ് ഗ്ലാസ് ഇട്ടാ വേഗം നിൽക്കും സംസാരിക്കേ മൂപ്പര ആള് മാന്യനാട്ടാ നമ്മ മാറിയെന്നാ സംസാരിക്കോ അല്ല സ്ട്രൈക്ക് കിട്ടുന്ന വന്നിട്ടാ മിക്കവാറും മിക്കവാറും സ്ട്രൈക്ക് കിട്ടുന്ന അതെന്താ ചിരിച്ചേ അതെന്തോ ചിരിച്ചേ ആ ഇത് കിട്ടും ഇത് സെറ്റാ കാണാൻ പറ്റിയ നോക്കണ്ട കിട്ടും അത് വരെ പഠിച്ചത് എന്തിനിങ്ങനെ ഇങ്ങനെ നിന്നാല് നമുക്ക് പെണ്ണിനെ കിട്ടൂല മിസ്സായത് സംസാരിക്കേ നമ്മള് വന്നോടപ്പുറം ഹായ് പറയണം ഓക്കെ അത് വിട് ഇത് നടപടിയാവും എനിക്ക് തോന്നുന്നില്ല നമുക്ക് സംസാരിക്കേ ഇംപ്രസ് വേറെ നമുക്ക് വേറെ പരിപാടികളായിട്ട് നടക്കണം ആ ഓക്കെ ഓക്കെ അത് നടക്കൂല ആ നമുക്ക് അഭിനയത്തിലേക്ക് കടന്നാലോ ആ എന്താ പിന്നെ അതായത് ഒരു പ്രൊപ്പോസലിനും അതേപോലെ സിനിമ സ്റ്റൈലിലെ ഒരു BGM ഒരു ഐക്കോണിക് ഡയലോഗ് മൂപ്പർ ഏറ്റവും അറിയപ്പെട്ട ഫേമസ് ആയ യൂട്യൂബിൽ വെച്ചിട്ട് കേട്ടോ വെക്കാമല്ലോ പഠിച്ചിട്ട് എന്താ അടിക്കേണ്ടത് റൺവേ ഡയലോഗ് യൂട്യൂബ് എടുക്കും നമ്മൾക്കിപ്പോ ഇവിടെ ഒരു ലേഡീനെ കൊണ്ടുവന്നാല് കപ്പിളായിട്ട് അഭിനയിക്കാൻ പറ്റും വേണ്ട ഇങ്ങോട്ട് പോലെ ഫ്രെയിം ഒരു സിറ്റുവേഷൻ അല്ല മൂപ്പര് ഇതാക്കുക ഏതാ സീന് ഏതാ വാളയാർ പരമശിവോ റൺവേ
കുറച്ചും കൂടി ക്യാമറ കാണുന്നില്ല. അല്ല, ഈ പെണ്ണിനെ കൊണ്ടിട്ടില്ല, നമ്മളെ കൂടുതൽ ആളുകൾക്ക് വേഷം കിട്ടിയാ പോരെ? അങ്ങനെ ഓക്കെയാണോ? വേണ്ട 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 എടാ അത് വേണ്ട ഓക്കെ. ഇത് മൂപ്പര് ചെയ്തീനല്ലോ. ഏത് ഈസി ഇതാണോ കണ്ടത്? അതല്ല ഒറിജിനൽ കാണണല്ലേ? ദിലീപ്. ഓക്കെ. ആവാഹിക്കാനാ ക്യാരക്ടർ? അതെ അതെ ദിലീപ് ദിലീപ് ഇതല്ല ക്യാമറ കാണില്ല. ബൈ, ഇരിക്കും ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും. കുറച്ച് സാധനം വണ്ടിയിലുണ്ട്, ഒന്നും നോക്കി തന്നെ കാശ് വെറുതെ സമയം എനിക്ക് ആവാഹിക്കാം. ഈ സീന സംസാരിക്കലോ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നത് പച്ചവെള്ളം ഇട്ടില്ലെങ്കിൽ കുടിവെള്ളം കൊണ്ടുപോകുന്ന അല്ല നമ്മളോട് കുറച്ചറിയാത്ത നിയമമാണെന്ന് അറിഞ്ഞില്ല. പോരാട്ടത്തിൽ നിന്ന് പത്രം അല്ല സാറേ, കൂടെ അഭിനയിക്കാം. ഓക്കെ 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 സെറ്റ് സെറ്റ്. ഫസ്റ്റ് മൂപ്പറാണോ തുടങ്ങേണ്ടത്? ആ തുടങ്ങിയോ? പാഴ്ചമണിലൊക്കെ വരളച്ച സാറേ. അവിടെ വെള്ളം കൊണ്ടുപോകണം. വെള്ളം കൊണ്ടുവന്ന കുറ്റമാണെന്ന് ആരാ പറഞ്ഞു സാറേ? ഇന്നത് 19 നീ ഏതാടാ? പരമശിവം. പരമശിവം. ആര്? പരമശിവം. ശിവം. നിനക്കെന്താ ഇവിടെ വാളയാർ പരിപാടി? ഞാൻ കുറച്ച് ചെസ് പോസ്റ്റിലൂടെ കുറച്ച് വെള്ളം കടത്തി ജീവിക്കുന്നു. എന്ത് വെള്ളം? പച്ചവെള്ളം. പച്ചവെള്ളമാണോ? ആ എടോ ചെക്ക് ചെയ്താണോ? പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് നോക്ക് സാറ്. അല്ല അത് എന്റെ അത് ഓരോ മൊത്തം സ്പിരിറ്റാണല്ലോ. അപ്പൊ വാളയാറാണ് നിന്റെ സ്ഥലം. ആ എനിക്കൊരു അനിയനില്ലടാ. ആ ഉണ്ട്. അവന്റെ പേരെന്താണ്? അനിയന്റെ പേര് ഉണ്ണി ദാമോദർ. ഉണ്ണി ദാമോദരൻ. ആ അവനിവിടെ നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ വെച്ചിട്ട് നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യും. ഓക്കെ ചെയ്. മറന്നതാ. ഒന്നും കൂടി repeat. ഒന്നും അല്ല ഡയലോഗ് പറഞ്ഞിട്ടില്ല. അല്ല ഇത് നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ പറയാം. നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞില്ലേ അത് ഞാൻ പറയാം. ആ ഞാൻ ചെയ്ത സാധനം ചെയ്യാം. ഇത് നമ്മൾ ആക്ട് ചെയ്യണ്ട, അതാ അപ്പൊ ഞാൻ പറയേ അവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറയും. സ്പിരിറ്റ് ചെക്ക് ചെയ്യുന്നു, ഇവിടെ ചെക്ക് ചെയ്യുന്നു. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് പച്ചവെള്ളാണോ സ്പിരിറ്റ് ആണോ എന്ന് നോക്കട്ടെ. ഓന്റെ മൂഡ് പോയി. ഒരു മാസം അതെന്താ ബ്രോ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ബോണ്ടായോണ്ട് ചിലപ്പോ ചിരി അതെല്ലാം വരും. അപ്പൊ ഞാൻ പറയാം അത് ഇങ്ങനെ വെറുതെ റെഡി കേറി നോക്കണം. എല്ലാ വണ്ടിയിലും സ്പിരിറ്റ് നോക്കണം. ഇതിൽ സ്പിരിറ്റാ സാറേ, ഇതില് സ്പിരിറ്റാ.
കേട്ടില്ല സാർ അവിടെ സ്പിരിറ്റ് ആരാണ് നീ ഇവിടെ വെള്ളം കടത്താനായത്? പരമശിവം. ഏത് ശിവൻ? പരമശിവം സ്പിരിറ്റ് എടുത്ത് നമ്മൾ വർഷം കുറേ ആയി. വർഷം കുറയാച്ചണ്ട ഞാൻ ഇവിടെ കരിയർ ഓക്കെ ശരിയായ സീൻ. അതെങ്ങനെയുണ്ട്? ഭയങ്കര നമ്മളിങ്ങനെ മുന്നോട്ട് ചെയ്യുമ്പോ നമുക്ക് അഭിനയം കൂടും. അതെ അതെ അതെ. വളം വേടാ. അല്ല നിങ്ങൾ നല്ലോണം അഭിനയിക്കുന്ന കേട്ടാ. അതെ നിങ്ങൾ നല്ല അഭിനയം. AJP പിന്നെ അതിന്റെ അപ്പുറത്തോട്ട്. അത് കമ്പയർ ചെയ്യാൻ പറ്റൂല. അതെ 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 അതെ. എങ്ങനെ അഭിനയം എങ്ങനെ? അഭിനയം ഒരു 10 റേറ്റ് ചെയ്തേ. അഭിനയം ക്ലാസ് നോക്കണ്ട അഭിനയത്തിന്. ഔട്ട് ഓഫ് 10 പഠിപ്പിക്കുന്നുണ്ട്. ഫുൾ അപ്പൊ നമുക്ക് താങ്ക്സ് പറ അവരടുത്ത് എല്ലിട്ടതിന് നന്ദി. -1000 കിട്ടുക. -1000. പത്തിൽ 10. ഒരു താങ്ക്സ് പറയുന്ന ഓക്കെ നമുക്കപ്പോ ഇനി ഒരു സീനും കൂടി അഭിനയിച്ചിട്ട് ഒരു പാട്ടാക്കിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം കാണാം. മറ്റേ മെത്തേഡ് ഷോർട്ട് ഫിലിം. നിങ്ങളുള്ള എല്ലാ ഷോർട്ട് ഫിലിമിനെ പോലത്തെ ആൾക്കാര് എന്നാ പിന്നെ അത് കാണാം. അവരെ നടിയേറ്റെടുക്കാൻ അലിൻജോസ് പെരേര ഷോർട്ട് ഫിലിം. അലിൻജോസ് പെരേര ഷോർട്ട് ഫിലിമാ. തിയേറ്ററിൽ ഇറങ്ങിനാ യൂട്യൂബിൽ മാത്രം. ഓക്കെ ഇതാണോ ലേറ്റസ്റ്റ് അടിക്കും? ലേറ്റസ്റ്റ് ഇത് ആരാ യൂട്യൂബ് ചാനൽ ഇടല്? പോയി കല്യാണം കഴിച്ചു. ചാനൽ ഇതാണോ ചാനൽ? അല്ല ബാക്കിലേക്ക് 900K കോമ്പിയോ എസ് ഓർ നോ അല്ലേ? ഇറങ്ങി പോകല്ലേ അഞ്ച് സെട്ടാന്ന് ഇതാണോ? ഇറങ്ങി പോകല്ലേ AJP പിങ് 200+ എന്റെ മുത്ത. അത് മറ്റേ പൈനാപ്പിള് അങ്ങനെ ഈ പൈനാപ്പിൾ അണ്ണന്റെ റിയൽ നെയിം അവര് പറഞ്ഞിട്ട് വിഷ്ണു കൊച്ചിക്കാരൻ. വിഷ്ണു കൊച്ചിക്കാരനെ കൂടിയാണ് അലിഞ്ചോസായിട്ടായി ഫേമസ് ആയത്. അത്യാവശ്യം അതേതാ പടം? പുള്ളിയാണോ നിങ്ങളുടെ ഗുരു? അങ്ങനെ ഒരു പടം ഇല്ല കേട്ടാ, യൂട്യൂബിലില്ല. അങ്ങനെ ഒരു പടം. അത് മറ്റേ തിയേറ്ററിൽ മറ്റേ ടെലിഗ്രാമിൽ ഉണ്ടോ? ജനമനസ് വിജയിന്റെ ആ ഒരു ഇതില് ജാൻമണി അല്ല, ജനമനസ് മീഡിയ അതല്ല ഇത് ഇത് ക്യാമറ ക്വാളിറ്റിയിലുണ്ടല്ലേ? ഓക്കെ അപ്പൊ ഇത് കാണാം. ക്യാമറ FX3 A794 കൃഷ്ണൻ നാച്ചുറൽ ബ്യൂട്ടി. കണ്ടൊരു 18 വയസ്സല്ലേ? നാണല്ലേ ഇത്? ഇത് മനസ്സിലാവുന്നില്ല. പിന്നെന്തേ പോയി കോപ്പറേറ്റ് പ്രേമ ഫിലിമിന് ഇത് അധികം കഴിഞ്ഞ പ്രേമ ഫിലിം ഇറങ്ങിയാട്ടാ. ഇത് വായ പഠിച്ചല്ലേ? ഓ പഠിക്കാൻ പോകുന്നത് ഇയാള് പഠിക്കാൻ വന്ന മോളെ കൊണ്ടൊക്കെ വിഷ്ണു കൊച്ചിക്കാരൻ ക്യാരക്ടറാണ്. എന്ന കവിതയിലൂടെ
അപ്പൊ നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ജീവിതത്തെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടാണ് കാളിദാസൻ ലവ് ഈസ് യൂത്ത് എന്ന ഈ കവിതയിലൂടെ The poem understudies about life and life as a learner. I fully agree to take up on the future. ഓക്കെ 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 അതേതാ നീ മുതുക്കെന്ന് ലവ് സീൻ ഉണ്ട് വേണോ ചോടി വേണോ ഇവിടുന്ന ഞാൻ ഇന്നലെ പഠിപ്പിച്ച് വിട്ടതെല്ലാം ഹോംവർക്ക് എല്ലാം ചെയ്തു വന്നിട്ടുണ്ടല്ലോ അല്ലെ? ഇതാണോ ലവ് ലെറ്റർ? ഇത് പ്രപ്പോസിങ് സീൻ അല്ലേ? ഇത് പ്രപ്പോസിങ് സീനാ. കോക്കിലാണ്ട് ഷർട്ട് കളിക്കുന്നത്. ഇതെന്തേ വായ വരയ്ക്കുന്നയാ? നെസ്ലിന്റെ കട്ടിലല്ലേ? നെസ്ലിന്റെ ഒരു ഇതുണ്ട്. നെസ്ലിൻ പുഴുങ്ങിയത്. ചെയ്യൂലേ? കൊടുക്കുന്ന ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് വേറെ എന്താ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്. എന്ത് കാര്യം? എല്ലാം ഇതുപോലെ പറയും. എന്ത് സാധനം? ഇതൊന്നും വായിക്കും. എന്താ? എന്തായാലും കണ്ടുപിടിക്കും. അത് ശരിക്കും പറക്കുന്ന ആക്ടിങ് ആണോ? ആക്ടിങ് സപ്പോർട്ട് കട്ടൊക്കെ പറഞ്ഞതാ. ഇനി എന്താ? ഓക്കെ 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 ആയില്ലേ? അല്പം മധുരം ഇതെന്താ മിഠായി? കണ്ടിട്ട് 10 രൂപ. ഇതെന്താ? മിഠായി ഒക്കെ ഈ 10 രൂപ എന്തിനാ? മിഠായി വായിലിടാൻ 10 രൂപ. മിഠായി മേടിക്കാൻ. Yes or no? ഓക്കെ ഒന്നും പറഞ്ഞില്ല. No, ഞാൻ പറയില്ല. നോ പറഞ്ഞില്ല. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ? അതിന്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്യാമറമാൻ അവിടുന്ന് ചിരിക്കലൊന്നുമില്ല? ഒരു സീരിയസ് ആയിട്ടാണ് ഈ ചെയ്യുന്നത്. നിങ്ങളെങ്ങനെയാണ് ഷൂട്ട് ചെയ്യല്ലേ? അല്ല ക്യാമറ ഉണ്ടാവില്ലല്ലേ? ക്യാമറ ഉണ്ട്. സ്റ്റിക്ക് വെച്ചിട്ടാ? അല്ല ഓക്കെ ഓക്കെ കൊള്ളാം 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 കൊള്ളാം. അത് രണ്ടാം ഭാഗം ഉണ്ടാവും. ഓക്കെ കൊള്ളാം. അപ്പൊ നമുക്കൊരു ഒരു സീനും കൂടി ആക്കിയിട്ട് ഒരു സീനും കൂടി അഭിനയിച്ചിട്ട് പാട്ടാക്കിയിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ നമുക്ക് സൗണ്ട് ഇല്ല കൈസ് അതാ. ഏതോ ഒരു ഫേമസ് ഒരു സീൻ പറ. റോക്കി ബൈ ആക്കോ. റോക്കി ബൈ ദൃശ്യത്തിലെ മോഹൻലാലിന്റെ മറ്റേ വരുണ്ട കൊലപാതകം അതിന്റെ മോഹൻലാലിന്റെ ദൃശ്യം 3 ക്യാമറ ഉണ്ട് പറയുന്നേ. ഫേക്ക് ന്യൂസ് ആണത്. കാട്ടാളനായിട്ട് അങ്ങനെ എന്തെങ്കിലും കത്തനാറിലുണ്ട്. മോഹൻലാല് ദൃശ്യം ഡയലോഗ്. ഓക്കെ 3 ഡയലോഗ് അടിച്ചോ. ദൃശ്യം 3 ഡയലോഗ്. ദൃശ്യം 3 ഡയലോഗ്. ഓക്കെ ഇതാണോ ഡയലോഗ്? 3 ഡയലോഗ് ഇങ്ങനെ ഇപ്പം വരും. ഏതെങ്കിലും ഡയലോഗ് വെക്കുന്ന ദൃശ്യം 2-ലെ 1-ലേറ്റം വെച്ചാൽ 1-ല് വെക്കാം. നമ്മൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേറൊരു ആന്റി ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കുന്ന ഒരു ആന്റി ഉണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഈ സീൻ ആക്കാം. വേറെ ആക്ടറിന് വേണം. ഓക്കെ അമ്മ മാത്രമാണെന്ന് പഠിക്കണ്ട മക്കളുണ്ടാവില്ല എന്ന് കരുതി ജീവിച്ച ഞങ്ങൾക്ക് ഒരു മകനെ കിട്ടിയപ്പോ അവൻ അമിതമായി കാണിച്ചതിന്റെ കുറ്റബോധം വരെ ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത്. തുറന്ന മനസ്സോടെ ചിന്തിച്ചപ്പോ
ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. തുടങ്ങിയോ? ഞങ്ങളുടെ മകൻ എന്ത് തന്നെ സംഭവിച്ചാൽ അതിന്റെ കാരണം മോനായിട്ടില്ല. മറ്റേ ചാനൽ ലിങ്ക് പിൻ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് RP കളിക്കാൻ കയറുന്നുണ്ട്. ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാറ്റിനും മാപ്പ്. തുടങ്ങി ആയോ? അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഡയലോഗ് കേട്ടോ മൂപ്പറ. വരുണിന് എന്താണ് സംഭവിച്ചതെന്നൊന്ന് അറിയണം. ഓ അങ്ങനെ. നിങ്ങളുടെ ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല. അത്ര എടുക്കാം. ഓക്കെ, എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഓക്കെ ഓക്കെ നിന്നോ. ഓക്കെ നിന്നോ. നിങ്ങൾ വലിയ മനുഷ്യരാണ്. നിങ്ങളെപ്പോലുള്ള ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല. എനിക്കെൻ്റെ ഇങ്ങോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ വലിയ മനുഷ്യരാണ്. നിങ്ങളെപ്പോലുള്ളവർ കുഴപ്പമില്ല, ഒന്നുകൂടി റീടേക്ക്. നിങ്ങൾ വലിയ മനുഷ്യരാണ്. നിങ്ങളെപ്പോലുള്ള ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. അടുത്ത പ്ലേ ചെയ്യും. ബാക്കിലേക്ക് വെച്ച് ഓരോ ബാക്കിലേക്ക് വെച്ച് ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടിരിക്കുമ്പോൾ അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇത്തിരി ബാക്കിലേക്ക് വെച്ച് ആ സ്വകാര്യ നിങ്ങൾ വലിയ മനുഷ്യനാണ്. അത് പറഞ്ഞു കഴിഞ്ഞല്ല. നിങ്ങളുടെ ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അത് മാത്രമേ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളൂ. അതിനേക്കാളും മുകളിലൊന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. എന്താ ചടക്ക് കേട്ടിട്ടുണ്ടെന്നല്ലോ പ്ലേ അടുത്ത ഒന്നുണ്ടോ പറയാം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കേൾപ്പുള്ള ഒരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കും. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് അത് മതി. എന്നാ നമുക്കൊരു പാട്ടായാലോ? പാട്ടിട്ട് ഡാൻസ് കപ്പിളുണ്ട് മിക്സർ മതി. മിക്സ് എല്ലാം അതെ. തമാശ നമ്മായിരിക്കും. മോനിക आ गई. डांस मोनिका ഡാൻസ് കളിക്കാം. എല്ലാവർക്കും ഡാൻസ് കളിക്കാം. എത്തിപ്പിക്കല്ലോ. ഡാൻസ് കളിക്കാം. എത്തിപ്പിക്കല്ലോ.
പൂജ അമ്മോ ഇരുന്നോ കുറച്ച് അടുത്തോട്ടേക്കല്ലോ കാണൂല ക്യാമറ കാണൂല അല്ലതാക്കല്ലേ അല്ല വിട് ഓക്കെ ഈ സമയത്രായി 10:15 10:30 ഞാൻ RP സ്ട്രീം ആയിരിക്കും മറ്റേ ചാനലിൽ. അപ്പൊ ആ ചാനലിൽ എല്ലാവരും അതെ നമുക്കുണ്ടായിരുന്നു. അല്ല മൂപ്പര് അലന് ഒരു സ്പെഷ്യൽ സംഭവമാണ്. പുള്ളിക്ക് ഇംഗ്ലീഷിൽ ടോക്ക് ചെയ്യാം. വേണ്ട ഇംഗ്ലീഷ് ഒന്നും വേണ്ട. ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് അറിയാത്തോണ്ടാ. ചിപ്പ് കഴിക്കുന്നില്ലടാ. തമാശ അങ്ങനെ നമ്മൾ ഒരാളെ ഇതാക്കാൻ അടിപൊളിയാട്ടോ. നമുക്കൊരു മോശമല്ലേ ചാനൽ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോ ഒരു 10:30 ആകുമ്പോ ഇപ്പൊ 10:15 10:30 ഞാൻ ഇതിൽ ലൈവ് വരും. RP മനസ്സിലാ? പിന്നെ ഓക്കെ. What is your name? My name is Salim Joseph Parada. What do you do for living? What do you do for living? What do you do for living? ജീവിക്കാൻ എന്താ ചെയ്യല്? Social media content creating. Acting. Are you afraid of peoples? Sometimes. Okay. Are you virgin? I don't say the answer. Perfect answer. Okay. നിങ്ങളെ കാണുന്നില്ല കേട്ടോ കുറച്ച്. Little bit coming here again. Okay. So basically you are an astronaut? Basically you are an astronaut? Or alpha male? I don't know. Okay. I have English. What? Do you prefer a modern girl or Natupuram girl? Traditional girl. I don't like girls. Oh, like Sigma, kind of. He is Sigma. നേരത്തെ പണ്ട് കണ്ടപ്പോ ഞാൻ എന്താ പിന്നെ Just friends. Just friends with benefits. So how do you see him? Okay. I love only cinema. I love movie. Okay. ക്യാമറ കാണില്ല ക്യാമറ കുറച്ച് ക്യാമറ ഇരുന്നോട്ടെ. ക്യാമറ കാണുന്നില്ല മൂപ്പറ. Are you cinephile? Okay. Are you cinephile? സിനിമ മോഹിയാണോ അതിന്റെ ഇത്? Yeah. Okay. I am cinema. If you explain yourself. My hobby is watching movies and serials. Okay. See girls. Serials. I like serials. Okay. But I don't like girls. Okay. What is your favorite genre in Are you gay? I am not gay, but sometimes only friends. Okay, friends. That means I am not a gay. okay. That means you are a I am not. ക്യാമറ കണ്ട ക്യാമറ അങ്ങോട്ട് ശരി കുറച്ച്
ഞാൻ നടത്തി പറഞ്ഞ ഞാൻ ആരായിട്ട് റിലേഷൻഷിപ്പ് നടത്തിയിട്ടില്ല ഇതുവരെ. അല്ല ഗേൾസ് ആയിട്ട് റിലേഷൻഷിപ്പ് അങ്ങനെ ഡീപ്പായിട്ട് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. കല്യാണം കഴിയുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ. Okay, so dream job. If you are directing a movie, what kind of genre will you direct? Romantic movie. Okay. What is the reason of romantic that? okay, tell us about your relationships and human values in North Africa and here too. Yes, I don't know. What is the actual problem of global warming? I don't know. You know Gandhiji? Yeah. Who is the Prime Minister of India? Gandhiji is the father of our nation. Okay. Who is the Prime Minister of India? Narendra Modi. In Kerala? Narendra Modi. Okay. Who is the CM of our Kerala? VD Solutions, sir. Who is the Chief Minister of our Kerala? ആഭ്യന്തരമന്ത്രി. Chief Minister. Chief Minister. Who is the രമേശ് ചെന്നിത്തല. നമ്മുടെ കേരളത്തിലെ ഫസ്റ്റത്തെ പിണറായി വിജയന്റെ പേരെന്താ? കേരളത്തിലെ ആദ്യത്തെ പിണറായി വിജയന്റെ പേര് എന്താടാ പൊട്ടത്തരം ചോദിക്കുന്നത്? What is your opinion about lesbians? No opinion. Okay. If a girl approach you for a one night stand, would you go or reject? I don't like. You don't like girls. I am not gay, but after marriage I will relation. Okay. After marriage you okay. After marriage a girl approach you, then you will go with her. No. Why? My wife with me. Oh. So you are loyal. You are loyal to your wife. Yes. Okay. That's a cute thing. Okay. You're eating geology? The No. chats are saying you should eat jolo chip, means these chips. This is very tasty and imported from South Africa. But he says he don't like it. I don't know. We all eat. I don't like. Okay. But I think he is very foodie. Like No. This is very that is very camera shoot. Oh, Okay. fake news. Fake. Yes. I'm Your not a foodie. favorite game? Did you play games? Video games? I don't know. Online games? Offline games? Angry Birds. Okay. Long back. Yeah. Okay. Like bedroom games? Sorry. Angry Birds. Okay. You know Minimality? No. GTA. role play. No. Okay. Any outdoor games? Football, cricket? That's I know. That's you know? You know? I know. No. Okay. What now? I will. No. I will. അതൊന്നും പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് Can I one more question? What's your opinion about Aratonen? No opinions. Why? Do you hate him? അല്ല അത് ചോദിക്കണ്ട. നമുക്ക് ആ ഒറ്റൊരു കാര്യം ചോദിക്കുള്ളൂ. ഈ അടുത്തെന്തോ കല്യാണ വീട്ടിൽ നിന്ന് എന്തോ സീനായിട്ടില്ല, അതെന്താ സംഭവം? കഴിഞ്ഞ വിഷയങ്ങൾ അതിനെപ്പറ്റി ഇപ്പൊ അപ്പൊ my question is your favorite question. Your Ara tendencies big Are you Messi fan or Ronaldo fan? question ചോദിക്കട്ടെ. അപ്പൊ your Ara tendencies best bond is friendship. Okay? നിന്നെ പേടിക്കുന്നുണ്ടെന്നോ? നീ മാറി അലിൻ ജോസ് മേരാ നാം ഓക്കെ ഓക്കെ, നമുക്ക് അലിൻ ജോസിന്റെ ഒരു പാട്ടോട് കൂടി എൻഡ് ചെയ്യാം. അങ്ങനെയാണോ? ആ, പാട്ടോട് കൂടി ഞാൻ ആരെ പറ്റിയും പറയാൻ ഉദ്ദേശിച്ചു. അതെ ഒരു പാട്ടോട് ആരെയായിട്ട് വീഡിയോസ് ചെയ്യാൻ താല്പര്യം. ഒരു പാട്ട് ഇപ്പൊ എല്ലാ ഇപ്പൊ ഇതുപോലത്തെ ഗ്യാങ് സെറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും പേരില്ലെങ്കിൽ ഇപ്പൊ 1, 2, 3, 4, 5 പേര്. നമ്മള് ഒരു 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഗ്യാങ് സെറ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഒറ്റയ്ക്ക് ഇപ്പൊ ഡാഡിയുടെ കൂടെയാണ് വീഡിയോ ചെയ്യണം. പിന്നെ നമ്മുടെ വർക്കായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് ഫിലിംസിലെ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കും. അതിൽ നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കൊക്കെ പുതിയ ആൾക്കാർക്കൊക്കെ അവസരം. ആരെയും നമ്മൾ ഭയന്നിട്ടൊന്നുമല്ല, പക്ഷേ നമ്മുടെ ട്രാക്കും പുതിയ ആൾക്കാരെ വെക്കുകയാണ്. അല്ലാതെ ഒരു ഷോർട്ട് ഫിലിംസിൽ മാത്രം അല്ലെങ്കിൽ എല്ലാ വീഡിയോസിലും ഒരാളെ കൊണ്ടുവരിക അങ്ങനെയുള്ള പരിപാടി ഇനിയില്ല. ഒരാളെ പേര് ഞാൻ പലത്ത് പറയുന്നില്ല. നമ്മുടെ എല്ലാ കമ്പനികളും ഞാൻ വിട്ടിരിക്കുന്നത്.
ഒരാളെ മാത്രമല്ല എല്ലാവരുടെ ആൾക്കാരായിട്ട് മൊത്തത്തിൽ കമ്പനി കിട്ടി. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വെച്ചിട്ട് പല കോമഡി രീതിയിൽ അവർ പല പരിപാടികളും പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ബാങ്ക് ബാലൻസ് വയ്ക്കുന്നുണ്ട്. താല്പര്യമില്ല. വേണ്ട, ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഇതാക്കാം. ഒരു പാട്ട് പാടിയിട്ട് ഒരു പാട്ടോടുകൂടി നമുക്ക് ഇവിടെ പറയാം. പാട്ട് വെക്ക്. അല്ല പാട്ട് പാടിക്കാം. മൊഴിയണം. പാട്ട് നിങ്ങൾ കൂടെ പാട്. കെട്ടുറുമ്പിന് കല്യാണം പാട്ടൊരുക്കേ, കെട്ടുറുമ്പിന് കല്യാണം ഓക്കെ. കുറച്ച് ഡിലേ ആണ്. ഓക്കെ പൊട്ട് കുത്തണ കല്യാണം പൊട്ട് കുത്തണ സമ്മാനം സെറ്റ്. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊരു 10:40 ആകുമ്പോഴേക്ക് ഞാൻ ആർപിൻ്റെ ഞാൻ ഇത് തുടങ്ങിയിട്ടുണ്ട്. പുതിയ ചാനലുണ്ട്. RP കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിൽ നോർമൽ ലൈവ് മാത്രമേ ഉണ്ടാവും, മറ്റേത് RPക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഒരു 10:45 ഞാൻ അതിൽ RP ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് വെക്ക്. അതിൽ നമുക്ക് RP കളിക്കാം. അതിൻ്റെ സൗണ്ട് ഓൾറെഡി ഇതായിട്ടുള്ളത് മനസ്സിലാവും. ശരി, ഓക്കെ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെടാ, ഇത് മൂപ്പര് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇരിക്കും. അല്ല അതൊന്ന് മൊത്തത്തിൽ അസ്പാക്കിന് പക്കാ വേർഡിങ് കേട്ടാ. അസ്പാക്കിന് പക്കാ വേർഡിങ്. നീ വന്നേരം തന്നെ നീ ഫസ്റ്റ് കിസ് എടുക്കാൻ നോക്കിയാൽ തന്നെ എന്നെ പിടിച്ചതാക്കി. കിസ് ചെയ്ത് നോക്കി അത് ഒരാളുടെ പേഴ്സണൽ ഇത് ഫിസിക്കൽ ആയിട്ടുള്ള ഇതിലേക്ക് നമുക്ക് അടക്കുമ്പോൾ ഒക്കെ അതിന് പറയാം. പക്ഷെ ചങ്ങായി ഒരു രീതിയിലും ആക്റ്റീവ് ആകുന്നില്ല. ഭയങ്കരല്ലോ, നമ്മൾ റീൽസ് കാണുന്ന ആളല്ലേ ഇത്. നെഗറ്റീവ് മാറ്റി എടുത്തോട്ടെ. നമ്മള് കണ്ടിഷ്ടപ്പെട്ട ഒരു ഏജന്റ് ഉണ്ട്, സിയോൺ സിറ്റിയിൽ മതി ചെയ്തോ. ഞാൻ എല്ലാം ആക്കിയിട്ടുണ്ട്. സിയോൺ ആക്കിയിട്ടുണ്ട്, ആസ്ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒന്നുണ്ട്, അതാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതും ആക്കിയിട്ടുണ്ട്, എക്സ്ലാൻഡീസും ഉണ്ട്. നമുക്ക് ഏതിലാന്ന് വെച്ചാൽ കയറാം. ഓക്കെ, RP കയറാം. വെയിറ്റ്. അപ്പോൾ ഞാൻ വിളിക്കാം നിങ്ങൾ.